ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्ता राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. പ്രണാമം ഇന്നത്തെ മാതാജി. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഇന്നത്തെ അധ്യായത്തിന്റെ പേരറിയോ? എന്താണ്? കർമ്മയോഗം. പ്രണാമം മാതാജി. കർമ്മയോഗം. കർമ്മയോഗം. അപ്പൊ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പേര് കർമ്മയോഗം. നമുക്കിന്ന് കർമ്മയോഗം നോക്കാം. അപ്പൊ ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചത്? ഏതാധ്യായിരുന്നു? സാഖ്യയോഗം. സാഖ്യയോഗം. ഗീത വിഷയ സംഗ്രഹം എന്നും നമ്മളതിനെ പറയും. മാതാജി എനിക്ക് ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയ ശരി. ശ്രീരേഖ മാതാജി അല്ലെ? കിട്ടി. വാങ്ങിച്ചോ? ഏത് ആമസോണിൽ വാങ്ങിച്ചോ? മാലയും കിട്ടി. നല്ല കാര്യം മാതാജി, വളരെ നല്ല കാര്യമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. മാതാജി നമസ്കാരം ഉണ്ട്. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. മാതാജി എന്നെ ഒന്ന് കോഹോസ്റ്റ് ചെയ്യണേ. ആരാധന ഷീബ. ഓക്കെ, ശിവ മാതാജി ചെയ്തിട്ടുണ്ട് മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. ഇവിടെ അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ഈ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ അർജുനൻ ഇവിടെ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അപ്പൊ ഭഗവാനെ, അല്ലയോ കേശവ, കേശി എന്ന അസുരനെ വധിച്ചവനായതുകൊണ്ട് കേശവ, ഫലാകാംക്ഷയോടെ, അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെക്കാള് ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് പറയുന്നെങ്കിൽ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയോഗം എന്ന് പറയും, അതിനെ നമ്മൾ ഭക്തി എന്നും പറയും. ഭക്തിയോഗ, ബുദ്ധിയോഗ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ബുദ്ധിയാണ് ശ്രേഷ്ഠമെങ്കിൽ പിന്നെ എന്തിനാ അങ്ങ് ഇങ്ങനെ എന്നോട് ഈ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പൊ കൃഷ്ണാവബോധം, അതായത് ബുദ്ധിയോഗം, രണ്ടും ഒന്ന് തന്നെയാ. അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് അർജുനൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോ ആത്മീയ ജ്ഞാനാർജന, ആ പുരോഗതിക്കുള്ള ആ ബുദ്ധി എന്താണെന്ന് അർജുന വിചാരിക്കുന്നത്? അർജുന വിചാരിക്കുകയാണെ കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും പിന്നെന്താണ് ഏകാന്തതയിലെ തപശ്ചര്യമാണെന്നാണ് ധാരണ അർജുനന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അർജുനന്റെ ധാരണ, അതായത് ഏകാന്തമായ തപശ്ചര്യ അനുഷ്ഠിക്കുന്നതാണ്, അല്ലെങ്കിൽ കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നും
പിൻവാങ്ങലാണ് ഈ ബുദ്ധിയോഗം അല്ലെങ്കിൽ ഈ കൃഷ്ണാവബോധം എന്നുള്ളത് അർജുനൻ ചിന്തിക്കുകയായിരുന്നു. അതായിരുന്നു അർജുനന്റെ ധാരണ. പിന്നെ എന്താ പറയുന്നത്, ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി എന്താ പറഞ്ഞു കൊടുത്ത അർജുനനോട്, കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈ ഭഗവാൻ എന്താണ് ഇവിടെ ഈ 3-ാമത്തെ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നത്? എന്തിനാണ്? കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ വിശദമായി ഈ 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് കാണാതെ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോ അഹമവാപ്നുയം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. അപ്പൊ ഭഗവാനോട് പറയാണ്, ഈ ദ്വയാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള അർത്ഥങ്ങൾ, അതായത് രണ്ടും ചെയ്യാം. അപ്പൊ കർമ്മം എന്താ പറയാ, കർമ്മഫലം ആഗ്രഹിച്ച് നമ്മൾ കർമ്മം ചെയ്യേണ്ട എന്ന് പറയുന്നു, പിന്നെ ബുദ്ധിയോഗമാണ് നല്ലതെന്ന് പറയുന്നു. അപ്പൊ ഈ 2 അർത്ഥങ്ങൾ വെച്ചിട്ടുള്ള ഈ ഉപദേശങ്ങൾ എന്നെ എന്താണ് അമ്പരിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ലത് അതായത് തദേകം വദ എന്ന് പറഞ്ഞത് എന്താണ്? ആ ഒന്നിനെ കുറിച്ച്. ഏതൊന്നിനെ കുറിച്ച്? എനിക്ക് ഏതാണോ ശ്രേയസ്കരമായിട്ടുള്ളത് ആ ഒന്നിനെ കുറിച്ച് എനിക്കിപ്പോ പറഞ്ഞു തരുമെന്ന് അർജുനൻ പറയണേ. ഭഗവത്ഗീതയുടെ എന്താ പറയാ രഹസ്യം അറിയാൻ ഔത്സുക്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ തന്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴി ഒരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആര്? അർജുനൻ. ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? അർജുനന് വേണ്ടിയിട്ടല്ല. അതായത് ബാക്കി നമുക്ക് ആർക്കാണോ ഭഗവാന്റെ കാര്യങ്ങൾ രഹസ്യങ്ങൾ അറിയാൻ ഒരു ഇൻട്രസ്റ്റ് താല്പര്യമുള്ളത് അവർക്ക്, അങ്ങനെയുള്ള ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനോട് അർജുനൻ ഈ ചോദ്യം. കാരണം എന്താ? അർജുനന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് ഭഗവാൻ അത്രയും ഉപദേശങ്ങൾ നൽകുന്നത്. അതാർക്കാണ്? ആ ഉപദേശങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ അർജുനൻ ഒരു നിമിത്തമാകാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ ആ ചോദ്യത്തിലൂടെ ഭഗവാന് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഉപദേശങ്ങൾ തരുന്നത് നമുക്കും കൂടിയിട്ടാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. ശ്രീ ഭഗവാൻ ഉവാച, മൂന്നാമത്തെ ശ്ലോകം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, അതായത് മയാനഘ എന്ന് പറഞ്ഞ പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവ മാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ. അപ്പൊ ഭഗവാൻ പറയാണ് ആരൊക്കെയാണ്? 2 കൂട്ടരുണ്ട്. എന്താണ്? അതായത് തത്വജ്ഞാനപരവും, അതായത് സാഖ്യയോഗം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞു ജ്ഞാനത്തിലൂടെ, ഭഗവാനെ ജ്ഞാനത്തിലൂടെ നമ്മൾ പറഞ്ഞില്ലേ, മായാവാദ ആൾക്കാർ, അവര് ജ്ഞാനം അർജിച്ചുകൊണ്ട്, ഭഗവാന്റെ ജ്ഞാനം അർജിച്ചുകൊണ്ട് തത്വജ്ഞാനത്തിലൂടെ ആ ഊഹാപോഹങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് നടത്തുന്നവരാണ്. കാരണം അവിടെ ഭക്തി ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ്? ഭക്തിപൂർവം സേവ അനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 പേര്. അതായത് ജ്ഞാനത്തിലൂടെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സാഖ്യായോഗം. ഇപ്പൊ ഈ സാഖ്യായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും സാഖ്യായോഗം എന്ന് പറഞ്ഞാൽ ജഡപദാർത്ഥങ്ങളെ കുറിച്ചും പിന്നെന്താണ് ആത്മാവിനെ, അതായത് ജീവാത്മാവിനെ കുറിച്ചും വിശകലനം നടത്തിയിട്ടുള്ള ഒരു അധ്യയനമാണ് സാഖ്യായോഗം. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടില്ലേ, അവിടെ എല്ലാം പറഞ്ഞു ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം തരുന്നു ഭഗവാൻ. അതേപോലെ ജഡപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ജഡപദാർത്ഥങ്ങളെ കുറിച്ചും പിന്നെ എന്താ പറയാ ജീവാത്മാവിനെ കുറിച്ചും വിശകലനം നടത്തിയിട്ടുള്ള ഒരു അധ്യയനമാണ് സാഖ്യയോഗ. അപ്പൊ അതിലെന്താ ഒരുപാട് ജ്ഞാനം നേടുന്നവര് അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ ഭക്തിപൂർവ്വം സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ 2 കൂട്ടരാണ് സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന്. പിന്നെ ഇപ്പൊ പറയുന്നത് 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ 2 വിധം യോഗികളെ പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം നമ്മൾ പറഞ്ഞില്ല, അതാണ് സാഖ്യയോഗം. പിന്നെ എന്താണ്? കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം. അതായത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. അപ്പൊ എന്നിവയെ പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുകയാണ് ഭഗവാൻ. അടുത്ത ശ്ലോകം നോക്കാം. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേന ച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയും ഇല്ല. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? കർമ്മഫലങ്ങൾ മാത്രം ത്യജിച്ചുകൊണ്ട് ഒരാൾ എന്താണ് മുക്തനാകാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞു, ഇപ്പൊ വെറുതെ നമ്മൾ പറഞ്ഞില്ലേ കാപട്യം കാണിക്കുക, ഒരു സന്യാസത്വം നമ്മളിപ്പോ കർമ്മം ചെയ്യണ്ട എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ട് നമുക്ക് കർമ്മത്തിന്റെ ഫലമില്ലാതാകുന്നില്ല.
നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, നമുക്ക് അവിടെ ഫലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ കർമ്മത്തെ ത്യജിക്കുമ്പോൾ അതല്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്, കർമ്മത്തെ ത്യജിക്കുമ്പോൾ അങ്ങനെയുള്ള സന്യാസത്തെക്കാൾ നല്ലത് എന്താണ്, കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ടുള്ള കർമ്മമാണ് നല്ലത്. കർമ്മം ത്യജിക്കുന്നില്ല, കർമ്മത്തിന്റെ ഫലത്തെ നമ്മൾ ത്യജിക്കുകയാണ്, അങ്ങനെയുള്ള സന്യാസമാണ് നല്ലത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയുള്ള സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയും ഇല്ല. എന്താണ്, നമുക്കൊരു പൂർണ്ണത വേണമെങ്കിൽ നമ്മൾ കർമ്മത്തെ മാത്രം ത്യജിച്ചുകൊണ്ട് ആയില്ല. അപ്പൊ കർമ്മം ചെയ്യണം, അതിന്റെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുമ്പോൾ അവിടെ പൂർണ്ണത കിട്ടും. അല്ലെങ്കിൽ എന്താണ്, അത് കാപട്യം മാത്രമായി പോവും. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണന് തുല്യനാമാവെന്ന് ഒരു ചില തത്വചിന്തകരുടെ അഭിപ്രായം ഭഗവാൻ കൃഷ്ണൻ അംഗീകരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ മായാവാദം, അവരെന്താ ചെയ്യുന്നത്, അവർ ഈ ഭൗതികമായിട്ട് എന്താണ് എല്ലാം കാണുന്നതെല്ലാം ഭഗവാന്റെ മായയാണ്, ബാക്കി എന്താണ് അവർ വിചാരിക്കുക, ബ്രഹ്മസത്യ ജഗത് മിഥ്യ, അതായത് ബ്രഹ്മം മാത്രം സത്യമാണ്, ഈ കാണുന്ന ജഗത്തെല്ലാം ഈ പ്രപഞ്ചമെല്ലാം മിഥ്യമാണ്, അത് മിഥ്യം അസത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജ്ഞാനം ആർജിക്കും. ഒരുപാട് ജ്ഞാനാർജനം ചെയ്യും. ആ ജ്ഞാനം ആർജിച്ചുകൊണ്ട് അവരെന്താണ് ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിസിലേക്ക് ലയിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ മായാവാദ ആൾക്കാർ. അവരെന്താ, സന്യാസം സ്വീകരിക്കും. അതായത് കർമ്മങ്ങളൊന്നും ചെയ്യില്ല, കർമ്മത്തിനെ പേടിച്ചിട്ട്, കാരണം അത് നമ്മളെ ബന്ധിപ്പിക്കും. ഈ ഭൂമിയിൽ നമ്മളെ കർമ്മം ചെയ്യുമ്പോൾ അത് നമ്മളെ ബന്ധിപ്പിക്കും എന്നോർത്ത് അവർ കർമ്മം ചെയ്യാതെ വെറും ജ്ഞാനം മാത്രം ആർജിച്ചുകൊണ്ട് പിന്നെന്ത് പറയും, അഹം ബ്രഹ്മാസ്മി, അതായത് ഞാനും ശരിക്കുള്ള അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാനൊരു ആത്മാവാണ് എന്നുള്ളതാണ്. പക്ഷെ അവര് അഹം ബ്രഹ്മാസ്മി എന്നും പറഞ്ഞ എന്താണ്, ആ ബ്രഹ്മതത്വത്തിൽ, അതായത് ഭഗവാന്റെ ആ ബ്രഹ്മ സായുജ്യത്തിൽ അത് ഏകീകരിക്കാനാണ് അവർ ആഗ്രഹിക്കുക. അതാണ് പറയുന്നത്, നാരായണന് തുല്യനാവാം എന്നുള്ള ആ ഭാവം ഭഗവാൻ അംഗീകരിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും ഭഗവാന് തുല്യരാകാൻ പറ്റില്ല. കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഗുണത്തിൽ ഒന്നാണ്, അളവില് വ്യത്യാസമുണ്ട്. ഗുണത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, സമുദ്രത്തിലെ വെള്ളത്തിന് നമ്മൾ കുറച്ചെടുക്കുമ്പോഴും ആ വെള്ളത്തിൽ ആ ഗുണം ഉണ്ടാവും, പക്ഷെ ആ വെള്ളം തന്നെ നമ്മൾ സമുദ്രം എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഗുണത്തിൽ ഭഗവാൻ തുല്യരാണ്, പക്ഷേ ഭഗവാനോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഭഗവാൻ അംഗീകരിക്കുന്നില്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കാൻ. നമ്മൾ പറഞ്ഞില്ലേ 4 ആശ്രമങ്ങളുണ്ട്, 4 വർണ്ണങ്ങളുണ്ട് അല്ലെ, അതാണ് എന്താ പറയാ വർണ്ണാശ്രമ എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മുടെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏത്, വർണ്ണാശ്രമ പദ്ധതി. അതെന്താണ്, നമ്മൾ അത് ഫോളോ ചെയ്യണം. അതായത് നമുക്ക് ബ്രഹ്മചര്യ ഉണ്ട്, ഗൃഹസ്ഥ ഉണ്ട്, വാനപ്രസ്ഥ ഉണ്ട്, എന്നിട്ടാണ് സന്യാസം വരുന്നത്. അല്ലാതെ നമ്മളിപ്പോ എന്താ പറയുക, ഒറ്റയടിക്ക് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഓരോ ആശ്രമത്തിൽ അതിൻ്റെതായ കർത്തവ്യങ്ങൾ, നിയത കർമ്മങ്ങളുണ്ട്, ധാർമ്മികമായ ബാധ്യത ഉണ്ട്. അതൊക്കെ നിറവേറ്റിക്കൊണ്ട് വേണം നമ്മൾ സന്യാസത്തിലേക്ക് കടക്കാൻ. നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കാപട്യമാവും. അത് വെറുതെ നമ്മളൊരു ബാഹ്യമായ ഒരു പ്രകടനമായി തീരും. നമുക്ക് പറഞ്ഞില്ലേ ബ്രഹ്മചര്യം ഉണ്ട്, പിന്നെ അതേപോലെ ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നീ വർണ്ണങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഓരോ ചെയ്യേണ്ട ഒരു കടമകളുണ്ട്, അവർക്ക് അത് ചെയ്തേ മതിയാവുള്ളൂ, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ അതാണ് പറയുന്നത്, തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനാകണം. സംശുദ്ധനായിട്ട് വേണം നമുക്ക് സന്യാസം സ്വീകരിക്കാൻ, അല്ലാതെ അത് സന്യാസത്തിന്റെ പരിപൂർണത ആവില്ല. അതാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. പിന്നെന്താ പറയുക, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. ഇവിടെ എന്താ പറഞ്ഞ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുള്ളവാകുന്ന വാസനകൾക്ക് അനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. നമുക്കറിയാം അല്ലെ, ഭൗതിക പ്രകൃതിയിൽ 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങൾക്ക് നമ്മൾ അടിമയാകുന്നു. ഒന്നുകിൽ സത്വഗുണം, അല്ലെങ്കിൽ രജോ ഗുണം, അല്ലെങ്കിൽ തമോ ഗുണം, ഏതെങ്കിലും ഒരു ഗുണത്തിന് നമ്മൾ അടിമയായിരിക്കും. അങ്ങനെ ആ ഒരു വാസന, ഈ വാസന എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻജന്മത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഏതോ ഗുണത്തിലിരുന്ന് നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് നല്ലതോ ആവാം ചീത്തയോ ആവാം. അതിന്റെ നമ്മൾ മരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരം ത്യാഗം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് പുറത്തു വരും, അതിന്റെ കൂടെ പുറത്തു വരുമ്പോൾ എന്താണ്, ആ മനസ്സിന്റെ ബുദ്ധിന്റെ മിഥ്യ അഹങ്കാരമുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മുടെ കർമ്മവാസനയെ എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെയാണ് നമുക്ക് വേറൊരു ശരീരം കിട്ടുമ്പോൾ അപ്പൊ നമ്മൾ വീണ്ടും അനുഭവിക്കുകയാണ് എന്താണ്, നമ്മുടെ ആ കർമ്മത്തിന് ഫലങ്ങൾ അനുഭവിക്കും അടുത്ത ജന്മത്തിൽ. അപ്പൊ നമ്മളിപ്പോ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖമാവട്ടെ ദുഃഖമാവട്ടെ, അതെങ്ങനെയാണ്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മവാസന അനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിലെ ഓരോന്നും ഭഗവാൻ തരുന്നത് നമുക്ക്. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഇവിടെ പറയുന്നു, ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞ് നിൽക്കാനാവില്ല. ആർക്കും തന്നെ കർമ്മം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ,
ആ ബ്രഹ്മഭുവനാലോക, അവിടെ ഭഗവാൻ 14 ലോകങ്ങളെ സൃഷ്ടിച്ചു. അവിടെ മുകളിൽ ആരാണ്? ബ്രഹ്മാവിരിക്കുന്നു. ആ ബ്രഹ്മാവ് തൊട്ട് ഒരു ഉറുമ്പ് വരെ എല്ലാവർക്കും എന്താണ്? കർമ്മം ചെയ്തേ മതിയാവൂ. കർമ്മരഹിതമായിട്ട് ഒരാൾക്കും ഇരിക്കാൻ കഴിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞുതരാണ്. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. എന്താണ് ജീവാത്മാവിന്റെ സ്വഭാവം? നമ്മളിപ്പോ ശരീരസ്ഥനാണ് ആണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ പറഞ്ഞില്ലേ, ശരീരം, ഈ ഭൗതികമായിട്ടുള്ള ശരീരം നഷ്ടപ്പെട്ടാലും സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പൊ ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യും. അത് ഒരു സ്വഭാവമാണ് ആരുടെ? ജീവാത്മാവിന്റെ. കാരണം എന്താ അറിയോ? ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, സൂക്ഷ്മ ശരീരമാകുമ്പോഴും അവിടെ എന്തുണ്ട്? മനസ്സുണ്ട്, അവിടെ നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, പിന്നെ മിഥ്യ അഹംഭാവമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ്. എന്താ മാതാജി? ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അറ്റൻഡൻസിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരോടും അറ്റൻഡൻസ് ഇടുന്നൊന്ന് പറയാനാ. ഓക്കെ. അപ്പൊ ഇനി തൊട്ട് എല്ലാവരുടെയും മാനുവൽ ആയിട്ട് അറ്റൻഡൻസ് എടുക്കില്ല. അപ്പൊ നിങ്ങൾ അവിടെ ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ഫോം മെസ്സേജിലുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പൊ ഹരേ കൃഷ്ണ. അറിയാൻ മേലാത്തൊരു പറയണേ, പറഞ്ഞു തരാവേ. ഓക്കെ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമുക്ക് അത് ലാസ്റ്റ് പറഞ്ഞു തന്നാൽ മതി. അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല കേട്ടോ, മാനുവൽ ആയിട്ട് എടുക്കില്ല. ഇനി ഗൂഗിൾ ഫോം ത്രൂ ആണ്. ഓക്കെ. അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സൽക്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തികളിൽ മുഴുകിയേക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ശരീരസ്ഥനായി ആത്മാവ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞു ഭൗതിക പ്രപഞ്ചത്തിൽ. ഇപ്പൊ ഇവിടെ 3 ഗുണങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്? അത് നമ്മുടെ കയ്യിലാണ്. ഇപ്പൊ ഭഗവാൻ 2 ശക്തികൾ തന്നത്. നമ്മൾ എന്താണ്? ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ്. അതേപോലെ ഭൗതിക പ്രപഞ്ചം എന്താണ്? ഭഗവാന്റെ അധമ ശക്തി അല്ലെങ്കിൽ താഴ്ന്ന ശക്തിയാണ്. അപ്പൊ നമ്മൾ എന്താണ്? ഒന്നുകിൽ നമ്മൾ ഭഗവാന്റെ ആ ആന്തരിക ശക്തിയിലെ നമ്മുടെ അഭയം തേടണം. അതായത് നമ്മൾ എന്താണോ എപ്പോഴാണോ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നത്, അപ്പോഴെന്താണ്? നമ്മൾ ഭഗവാന്റെ അന്തരംഗ ശക്തിയാൽ സുരക്ഷിതരാണ്. അല്ല എങ്കിൽ നമ്മൾ എന്താണ്? ഭഗവാന്റെ അധമ ശക്തിയായ, താഴ്ന്ന ശക്തിയായ ആ മായാശക്തിയിൽ നമ്മൾ അവളുടെ പിടിയിലാണ്. കാരണം ഈ മായാശക്തി എന്ന് പറഞ്ഞ ആരാണ്? ദുർഗാദേവി. അവളാണ് സൂപ്പർവൈസർ എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മായാദേവിയാണ്, ദുർഗാദേവി. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ആ മായാദേവിയുടെ പിടിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ അന്തരംഗ ശക്തിയ രാധാറാണിയുടെ സംരക്ഷണത്തിലായിരിക്കും. അത് നമ്മുടെ കയ്യിലുണ്ട്. ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ തീരുമാനിക്കാം ഇപ്പൊ നമ്മൾ ഗുണത്തിൽ പ്രവർത്തിക്കണോ അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കണോ എന്ന്. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മായാശക്തിയുടെ പിടിയിലല്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണ്? ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കാം. ഏത് പ്രവർത്തനങ്ങളിൽ? ഭൗതിക പ്രവർത്തനങ്ങളിൽ. അതിൽ എന്തുണ്ടാവും? അതിൽ കർമ്മഫലങ്ങളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മഫലങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അതാണ്, നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം എപ്പോഴും. ഇപ്പോൾ അടുത്ത ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കവട നാട്യക്കാരനാണ് എന്നാണ് അയാളെ പറയേണ്ടത്. അപ്പൊ അയാൾ എന്താ പറയാ? ബാഹ്യ പ്രകടനം നടത്തുന്ന ഒരാളാണ്. ആര്? സന്യാസി. എങ്ങനത്തെ സന്യാസി? കർമ്മ ഇന്ദ്രിയങ്ങളെ നമ്മൾ പറഞ്ഞു 11 ഇന്ദ്രിയങ്ങൾ. എന്താണ്? 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 1 മനസ്സ്. 11 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയം എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറഞ്ഞു. 5 കർമ്മേന്ദ്രിയങ്ങൾ എന്താണ്? ശബ്ദം, നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ശബ്ദം, കൈകള്, കാലുകള്, പിന്നെ ഗുദം, പിന്നെ ഉൽപാദനേന്ദ്രിയം. അപ്പൊ ഇത് 5 കർമ്മേന്ദ്രിയങ്ങളാണ്. അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ബാഹ്യമായിട്ട് ഞാൻ പറയണേ, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ കൈകൊണ്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ കാലുകൊണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ശരിയായിരിക്കാം. പക്ഷേ ഞാൻ എന്താ പറയുന്നത്? വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, സൂക്ഷ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? മനസ്സുണ്ട്, ഇന്ദ്രിയം, നമ്മുടെ ബുദ്ധിയുണ്ട്, മിഥ്യാഹങ്കാരമുണ്ട്. അപ്പൊ അത് മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു കാര്യം ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു കാര്യം ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ കർമ്മേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല. പക്ഷേ എന്റെ സൂക്ഷ്മമായ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിൽ നമ്മൾ ആ കാര്യം ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്? അതവര് കബഡിയാണ്, അവര് കാപട്യം കാണിക്കുകയാണ്. അദ്ദേഹം എന്താണ്? മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്, സ്വയം വഞ്ചിക്കുന്നു, അതേപോലെ മറ്റുള്ളവരെ അദ്ദേഹം വഞ്ചിക്കുകയാണ്. കാരണം ബാഹ്യമായിട്ട് മറ്റുള്ളവർക്ക് എന്താ തോന്നുക? എല്ലാം
എല്ലാം ത്യജിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലെ, ബാഹ്യമായിട്ടുള്ള പ്രകടനം മാത്രമാണ്. അപ്പൊ അതല്ല ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഒരു സന്യാസി ബാഹ്യ പ്രകടനം മാത്രം. കാരണം എന്താന്ന് വെച്ചാൽ ആന്തരികമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. നമുക്ക് മാറ്റം എപ്പോഴും എവിടുന്നാ വരേണ്ടത്? ഉള്ളിൽ നിന്ന് മാറ്റം വരണം. അല്ലാണ്ട് പുറത്തു നിന്ന് മാറ്റം വന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റം വന്നാൽ അത് സ്വാഭാവികമായി നമ്മുടെ പുറത്ത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ പ്രകടമാവും. അതാണ് പറയുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. ആന്തരികമായിട്ട് നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവൻ കപടിയാണ്, അത് കപട സന്യാസിയാണ് എന്ന് ഭഗവാൻ പറയാണ്. അതാണ് മിഥ്യാചാരി എന്ന് പറയുന്നത് ഭഗവാൻ അവരെയാണ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അപ്പൊ യോഗി എന്ന് നടിക്കുകയും, നമ്മൾ പറഞ്ഞില്ലേ, ബാഹ്യമായിട്ട് എല്ലാവർക്കും കാണുമ്പോൾ എന്താണ്, ഓ വലിയൊരു യോഗിയാണെന്ന് തോന്നുന്നു നമുക്ക്. അപ്പൊ അതിലർത്ഥമില്ല. യോഗി എന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയ സുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചകനാണ് അവൻ. അത് കടുത്ത വഞ്ചനയാണത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ധ്യായത്തോ വിഷയാൻ പുംസ, ഇന്നലെ പറഞ്ഞില്ലേ വീഴ്ചകൾ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെ. ആ വിഷയങ്ങളെ കുറിച്ച്, ആ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സ് ചിന്തിച്ചുകൊണ്ട്, അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ചിന്തയാണ് അവിടെ നിർത്തണം നമ്മൾ, അല്ലാണ്ട് പ്രവൃത്തി നിർത്തിയിട്ട് കാര്യമില്ല. കാരണം വിഷയങ്ങളെ കുറിച്ച് മനസ്സ് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. യസ്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്? ആത്മാർത്ഥയുള്ള ഒരാള് പ്രവർത്തനാരഹിതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. അപ്പൊ അത്യുത്തമൻ ഭഗവാൻ പറയണേ. മറ്റേതെന്താണ്? മിഥ്യാചാരി, അതായത് അഭിനയിക്കുകയാണ്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ആത്മാർത്ഥമായിട്ട് ഒരാള് പ്രവർത്തനാരഹിതമായ, എന്താ പറയാ, ആത്മാർത്ഥതയുള്ള ഒരാള് പ്രവർത്തനാരഹിതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിന്ന് നിയന്ത്രിക്കണം. നാം പറഞ്ഞില്ലേ, നമ്മൾ ഇന്ദ്രിയങ്ങളെ ബാഹ്യമായിട്ട് നിയന്ത്രിച്ചിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. ഉള്ളിൽ നിന്നും വരണം നമ്മുടെ മാറ്റങ്ങള്, ബാഹ്യമായിട്ടല്ല. ബാഹ്യമായി തനിയെ വരും, അത് പ്രകടമാകും. അപ്പൊ അങ്ങനെ ഒരു ആരാണോ ആന്തരികമായിട്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യുന്നത്, പിന്നീട് എന്താ ചെയ്യുന്നത്? കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്, അങ്ങനെയുള്ള വ്യക്തി അത്യുത്തമനാണ്. കാരണം അദ്ദേഹം അഭിനയിക്കുന്നില്ല, ഉള്ളിലും പുറത്തും ഒരേപോലെയാണ്. ഉള്ളിൽ എന്താണ്? മനസ്സിനെ ആന്തരികമായി നിയന്ത്രിച്ചിട്ടുണ്ട്, അതേപോലെ പുറത്ത് കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ളവരാണ് അത്യുത്തമനായ വ്യക്തി. അല്ലെങ്കിൽ എന്താണ്? എല്ലാം കപടമായ ആചാരങ്ങളായി തീരും. പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവനേക്കാളും ഭേദപ്പെട്ടവനാണ് എന്താ പറയാ, നമുക്കറിയാം അല്ലെ, എത്രയോ പേര് പാവം ജനങ്ങളെ പറ്റിക്കും. എന്താണ് ചെയ്യുന്നവര്? ബാഹ്യമായിട്ട് വലിയൊരു സന്യാസിയെ പോലെ തോന്നും. നമ്മളിപ്പോ ആ കഴിഞ്ഞ ലെവൽ വന്നിൽ നമ്മൾ മാറ്റിയില്ലേ, സന്യാസ വേഷം അണിഞ്ഞിട്ടുണ്ട്, കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്, കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ട്. അപ്പൊ എന്താണ്? ഇന്ദ്രിയ അസുഖങ്ങളെ ആഗ്രഹിക്കുന്നു മനസ്സ്. അതൊന്നും നിർത്താറായിട്ടില്ല. പക്ഷെ പുറത്തെന്താണ്? വേഷത്തിൽ എന്താണ്? സന്യാസിയുടെ രൂപം. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു സന്യാസി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ കണക്കാക്കുക. പക്ഷെ അത് എന്താണ്? അവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ ധ്യാന ആദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന, ധ്യാനിച്ചുകൊണ്ടിരിക്കും, ആ ധ്യാനോപാധികളെ ജീവനോപായമായിട്ട്, അതായത് അവരുടെ എന്താ പറയാ, ആ ജീവിക്കാൻ ഒരു എന്താ പറയാ, നമുക്ക് ജീവിക്കാൻ ഒരു തൊഴിലായി മാറ്റും. ഏതിനെ? ധ്യാനത്തിനെ. അത് തെറ്റാണ്. അപ്പൊ ധ്യാനത്തിനെ ഒരു തൊഴിലായി മാറ്റിക്കൊണ്ട് സാമാന്യ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നവര്? കപട വേഷധാരിയായ ഒരാളെക്കാൾ എത്രയോ നല്ലതാണ് മനസ്സാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ. അതാ ഭഗവാൻ പറയുന്നത്. അപ്പൊ അത്രയും കമ്പാരിഷൻ കൊടുക്കണേ. അപ്പൊ നമുക്ക് തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ പോലും ഭേദമാണ്. കാരണം അദ്ദേഹം കർമ്മം ചെയ്യുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ നിയത കർമ്മം അനുഷ്ഠിക്കുന്നു. എന്താണോ ശാസ്ത്രവിഹിതമായ കർമ്മം അത് അനുഷ്ഠിക്കുന്നു. അദ്ദേഹം എത്രയോ ഭേദമാണ് ഈ സന്യാസ വേഷം അണിഞ്ഞ് ഒരു ധ്യാനത്തിന്റെ പോസിൽ ഇരുന്നു കൊണ്ട് സാമാന്യ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവനേക്കാളും എത്രയോ ഭേദമാണ് തെരുവില് അടിച്ചു വാരുന്ന ആ തൂപ്പുകാരൻ എന്ന് ഭഗവാൻ പറയാണ്. അതാണ് കമ്പാരിഷൻ കൊടുക്കാണ് ഇവിടെ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ കർമ്മണഃ ശരീരയാത്രാപി ചേന പ്രസിദ്ധ്യേത കർമ്മണഃ. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. നൈഷ്കർമ്മം എന്ന് പറഞ്ഞ കർമ്മത്തിന്റെ ഫലം ത്യാഗം ചെയ്യുന്നു. പക്ഷെ വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുന്നത് അതിലും ഉപരി ഇമ്പോർട്ടന്റ് ആണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണേ. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കി അല്ലെ. കർമ്മം ചെയ്യാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കർമ്മം എങ്ങനെ ചെയ്യണം? കർമ്മം ചെയ്യുമ്പോൾ നമ്മളത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് അതിന്റെ പുണ്യമാവട്ടെ പാപമാവട്ടെ ദോഷമൊന്നും ഏൽക്കില്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, നിന്റെ നിയത കർമ്മങ്ങൾ, നിനക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നീ ചെയ്യുക എന്ന് ഭഗവാൻ
പറഞ്ഞു കൊടുക്കാണ്. കർമ്മം ചെയ്യാതെ ആർക്കും നിലനിൽപ്പില്ല ഇവിടെ എന്ന് ഭഗവാൻ പറയാണ്. ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ ഈ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താണ്, കർമ്മം ചെയ്തേ മതിയാവൂ. ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം. അതായത് നമുക്കിപ്പോ ഭൗതിക എന്താ പറയാ പ്രവണതകളെ ശുദ്ധീകരിക്കണം. ഇപ്പൊ നമുക്ക് ചെയ്തേ മതിയാവും കർമ്മം എന്നും പറഞ്ഞ് ഞാൻ എന്താ പറയാ അഭിനയിക്കാൻ പറ്റില്ല. എന്റെ ഇഷ്ടം പോലെ ശാസ്ത്ര വിഹിതം എന്താണോ അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അതൊക്കെ നമ്മൾ വികർമ്മമായി മാറിപ്പോവും. അതുകൊണ്ടാണ് കർമ്മം എന്ന് പറഞ്ഞാല് ശാസ്ത്രവിഹിതമായ കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ കർമ്മമല്ല, ശാസ്ത്രങ്ങൾ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ശാസ്ത്രവിഹിതമായ കർമ്മമാവും. അത് നമുക്ക് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. തന്നിഷ്ടം പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യില്ല. അപ്പൊ അർജുനൻ അതല്ലേ ചെയ്യുന്നേ, അർജുനൻ തോന്നാണ്. അതല്ലാതെ യുദ്ധം ചെയ്യാ എന്നുള്ളത് ശാസ്ത്രവിഹിതമാണ്. പക്ഷെ അർജുനൻ എന്താ ചിന്തിക്കുന്നത്, എതിർപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം എന്റെ സ്വന്തക്കാരാണ്, എന്റെ ബന്ധുമിത്രാദികളാണ്, എന്റെ ഗുരുസ്ഥാനത്തുള്ളവരെന്നും പറഞ്ഞ് തന്നിഷ്ടം പോലെ ചിന്തിക്കുകയാണ്. ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ഇതിലും ഭേദം ഞാൻ ഭിക്ഷാടനം ചെയ്ത് ജീവിച്ചോളാം എന്ന് അത് അർജുനന്റെ സ്വന്തം ഇഷ്ടം കാണിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. യജ്ഞാർത്ഥാത്, നല്ല ഇമ്പോർട്ടന്റ് ശ്ലോകമാണ് ഇതും. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗ സമാചര. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. എങ്ങനെ നമ്മൾ ചെയ്യണം കർമ്മം? കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയ്ക്ക് നമ്മൾ കർമ്മം ചെയ്യണം. അതെങ്ങനെ? അതിപ്പോ അതിന്റെ ഫലം ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിപ്പിക്കുകയുള്ളൂ. നമുക്കറിയാലേ, നമ്മളിപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതെന്നെ ബന്ധിപ്പിക്കും. കാരണം ഞാൻ ഏതെങ്കിലും ഗുണത്തിൽപ്പെട്ട് ഞാൻ ഒരു കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലം ആസക്തി എനിക്കുണ്ട്. അപ്പൊ എന്താണ്, ആ ഫലം എന്നെ ബന്ധിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ വീണ്ടും ഒരു ജന്മം എടുക്കാൻ അതെന്നെ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ അത് നല്ലതായാലും ശരി, ചീത്തയായാലും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ദ്രോഹം ചെയ്യുമ്പോഴും, ഞാൻ ഒരാൾക്ക് വേണ്ടാത്തത് ചെയ്യുമ്പോഴും, ആ ഹീനമായ കൃത്യം ചെയ്യുമ്പോഴും ഞാൻ എന്താണ്, വീണ്ടും ജനിക്കും. കാരണം എന്താണ്, എന്റെ ആ പാപപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ്. അപ്പൊ കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. എന്താണ്? അപ്പോ നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിനക്കുണ്ട്. ഓരോരുത്തരും നമ്മൾ പറഞ്ഞില്ലേ, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ഭഗവാൻ വിധിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തില്? ഗുണകർമ്മ വിഭാഗശ. ഇതൊക്കെ ഭഗവാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോ നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അതാണ് പറയുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ. യജ്ഞ ആരാണ്? അപ്പൊ നമുക്കറിയാം, 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, യജ്ഞം എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. യജ്ഞദേവത ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. എങ്ങനെയാണ് കുടികൊള്ളുന്നത്? എല്ലാവരുടെ ഹൃദയത്തില് പരമാത്മാ രൂപത്തില്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുള്ള ആ പരമാത്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കർമ്മം ചെയ്യണം. അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മം ഭഗവാൻ ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെ യജ്ഞാർത്ഥാത് കർമ്മണോ, അല്ലെങ്കിൽ എന്താണ്, അന്യത്ര ലോകോയം കർമ്മബന്ധന, അല്ലെങ്കിൽ എന്താണ്, ആ കർമ്മം നിന്നെ ബന്ധിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും നീ ജനിക്കേണ്ടി വരുന്നു. അപ്പൊ ജനന മരണത്തിന്റെ ചക്രത്തിൽ നമ്മൾ പെടാണ്. കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കുക. അങ്ങനെ ചെയ്യുമ്പോ എന്താണ്, നിനക്ക് എന്നെന്നും ബന്ധമുക്തനായി തീരാൻ പറ്റും. അതാണ് ഭഗവാൻ പറയണേ. യജ്ഞം എന്നാൽ വിഷ്ണു ഭഗവാൻ, അല്ലെങ്കിൽ യജ്ഞാനുഷ്ഠാനം എന്നർത്ഥം. അപ്പൊ നമുക്കറിയാലോ അല്ലെ, എന്താ പറയാ, അർജുനൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു 8ാമത്തെ അധ്യായത്തിൽ അല്ലെ, യജ്ഞം എന്നാണ്, അത് എങ്ങനെ കുടികൊള്ളുന്നില്ല. അപ്പൊ യജ്ഞം എന്നാൽ എന്താണ്? ഭഗവാനാണ്. അതെങ്ങനെ കുടികൊള്ളും? നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട്. അല്ലെങ്കിൽ എന്താണ്, യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. എല്ലാ യജ്ഞചരണങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഭാഗവതത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഭാഗവത്തിൽ പറയുന്നത്? സംസിദ്ധിർ ഹരിതോഷണം. ഭാഗവതത്തിൽ പറയുന്നു, ഈ വ്രത അനുഷ്ഠാനങ്ങളെല്ലാം എന്താണ്, എന്താ പറയാ, ഈ വർണ്ണങ്ങളും ആശ്രമങ്ങളും ഉണ്ട്. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉണ്ട്. അപ്പൊ ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമത്തിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് എന്താണ്, ഭഗവാൻ സംസിദ്ധിർ ഹരിതോഷണം. ഹരി എന്ന് പറഞ്ഞ ഭഗവാൻ വിഷ്ണു, ആ തോഷണം എന്ന് പറഞ്ഞ അവനെ സന്തോഷപ്പെടുത്തുക. അപ്പൊ ഭഗവാനെ സന്തോഷപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഈ 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് ഭഗവാൻ? സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷ ഓസ്തിഷ്ഠ കാമധുക്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും
ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? പ്രജാപതി. പ്രജാപതി എന്ന് പറയുമ്പോൾ വിഷ്ണു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ദേവന്മാരെ സൃഷ്ടിച്ചു, അതേപോലെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ ഭഗവാൻ? ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക, മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ആരോട് പറയണം? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? യജ്ഞങ്ങളെ സൃഷ്ടിച്ചു, ദേവന്മാരെ സൃഷ്ടിച്ചു, മനുഷ്യന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? മനുഷ്യന്മാരെങ്ങനെ കർമ്മം ചെയ്യണം? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്ന രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യണം. അങ്ങനെ ആകുമ്പോ എന്താണ്? ആ ദേവന്മാർ പ്രീതിപ്പെടുമ്പോൾ ഭഗവാൻ പ്രീതിപ്പെടും. അങ്ങനെയാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക്? ആ നിയത കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ വേദോക്ത കർമ്മങ്ങൾ, വേദത്തിൽ വിഹിതമായ ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ദേവന്മാരെ പ്രീതിപ്പെടുത്താണ്. ദേവന്മാരെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അവര് സന്തുഷ്ടരാകുമ്പോൾ നമുക്ക് മഴ, അത് ഇതും നമുക്ക് എന്താ പറയാ, നമുക്ക് അവരല്ലേ എല്ലാം തരുന്നേ? വെളിച്ചം തരുന്നു, കാറ്റുണ്ടാകുന്നു, മഴ ഉണ്ടാകുന്നു, ധാന്യങ്ങൾ കിട്ടുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? ദേവന്മാർ പ്രീതിപ്പെട്ടുകൊണ്ടാണ് അത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള യജ്ഞങ്ങൾ ഭഗവാൻ നമ്മുടെ കൂടെ അയച്ചു തന്നു. എന്നിട്ട് നമ്മൾ അത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് മോക്ഷ പ്രാപ്തി ഉണ്ടാകുന്നു. അങ്ങനെ സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ പറയാണ്. യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ഈ ആത്മാക്കൾ ആരാണ്? നമ്മളൊക്കെ. ഈ യജ്ഞ അനുഷ്ഠാനത്താൽ എന്താണ്? ഈ ബദ്ധരായ ആത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു. നമ്മളിങ്ങനെ കൃഷ്ണാവബോധം എങ്ങനെ? നമ്മൾ യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ എന്താണ്? നമ്മൾ മെല്ലെ കൃഷ്ണാവബോധം നമ്മൾ ആർജിക്കുന്നു. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞമാണ് വേദോപദിഷ്ടമായിട്ടുള്ളത്. അപ്പൊ എന്താണ് പറയുന്നത്? കലിയുഗത്തിലെ സങ്കീർത്തന യജ്ഞമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. വേദം നിർദ്ദേശിച്ചിട്ടുള്ളതും എന്താണ്? കലിയുഗത്തിലെ സങ്കീർത്തന യജ്ഞം. ഇപ്പൊ നമുക്കറിയാം 4 യുഗങ്ങളുണ്ട് അല്ലെ? സത്യുഗമുണ്ട്, ത്രേതായുഗ, ദ്വാപരയുഗ, കലിയുഗ. സത്യുഗത്തിൽ നമുക്കറിയാം അവിടെ എന്തായിരുന്നു യജ്ഞം? ധ്യാനമായിരുന്നു യജ്ഞം. പിന്നെ വന്നു ത്രേതായുഗം വന്നു. ത്രേതായുഗം വന്നപ്പോ എന്താണ് യജ്ഞമായിരുന്നു? അവിടുത്തെ ആ യജ്ഞം എന്താണ്? ശരിക്കുള്ള യജ്ഞാദികൾ തന്നെ, യജ്ഞം അനുഷ്ഠിക്കുന്നത് തന്നെ. പിന്നീട് ദ്വാപരയുഗം വന്നപ്പോ എന്തായിരുന്നു അവിടെ യജ്ഞം? അവിടെ വിഗ്രഹ ആരാധന ആയിരുന്നു. പിന്നീട് കലിയുഗത്തിൽ യജ്ഞം വരുമ്പോ എന്താണ്? സങ്കീർത്തന യജ്ഞമാണ് കലിയുഗത്തിലെ യജ്ഞം. അതാണ് വേദങ്ങൾ ഉപദിഷ്ടമായിട്ടുള്ള യജ്ഞം. എന്താണ്? കലിയുഗത്തിലെ സങ്കീർത്തന യജ്ഞം. അപ്പൊ ആയാ യുഗത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ എന്താണ്? അത് നമ്മളെ ബന്ധിപ്പിക്കും. കാരണം നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കലിയുഗത്തിലെ ത്രേതായുഗത്തിലെയോ അല്ലെങ്കിൽ ദ്വാപര യുഗത്തിലോ അല്ലെങ്കിൽ ഞാൻ സത്യയുഗത്തിലെ യജ്ഞം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കാര്യവുമില്ല, നമുക്ക് ഫലം തരുന്നില്ല. അത് നമ്മളിവിടെ വീണ്ടും കാരണം ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ. കാരണം അവിടെ സത്യുഗ എന്ന് പറയുമ്പോൾ അത്രയും ആയുസ് ഉണ്ടായിരുന്നു. 1,00,000 വർഷമാണ് അവരുടെ ആയുസ്. പിന്നീട് അത് വന്ന് 10,000 വർഷമായി, പിന്നെ അത് 1000 വർഷമായി. പക്ഷെ നമുക്ക് അത്രയൊന്നും ആയുസില്ല. ആകെ കൂടി നമുക്ക് 100 വർഷം ഏറിയത്, അത്രേ ഉള്ളൂ. അപ്പൊ കലിയുഗത്തിലുള്ള ആയുസിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട യജ്ഞം ഹരിനാമ ജപം, ഭഗവൻ നാമ സ്മരണ, അത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട ഒരു യജ്ഞം. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അവ ചെയ്യുമ്പോഴും സർവയജ്ഞോപഭോക്താവ് എന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. അപ്പൊ നമുക്കറിയണം, ഇപ്പൊ നമ്മളിപ്പോ യജ്ഞം ചെയ്യുന്നത് എന്താണ്? ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യും. ആ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും അത് ഇൻഡയറക്ട്ലി എന്ന് പറയില്ലേ നമ്മൾ, അത് എന്താ പറയാ, അത് ഭഗവാനെ, കൃഷ്ണനെ തന്നെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് ആരാണ് പൂജിക്കപ്പെടുന്നത്? കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പൊ സർവയജ്ഞ ഭോക്താവ് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ 29-ാം ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ? ഭോക്താരാം യജ്ഞതപസ സർവലോക മഹേശ്വര സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അതായത് ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രമാണ്. എന്താണിത്? ശാന്തി മന്ത്രം നമ്മുടെ എല്ലാ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും നമ്മളെ മുക്തനാക്കി തരും. ഈ മന്ത്രം മനസ്സിലാക്കിയാൽ എന്താണത്? ഭോക്താരാം യജ്ഞതപസാം, അതായത് സർവ യജ്ഞങ്ങളുടെയും സർവ തപസ്സുകളുടെയും ആരാണ് അധിപൻ? ഭോക്താവ് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പിന്നെ സർവ്വ ദേവന്മാരുടെയും സർവ്വ ലോകങ്ങളുടെയും അധിപൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പിന്നെ സുഹൃത്തും, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തും എന്താണ്? അഭ്യുദയകാംക്ഷി ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തി കിട്ടും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്താലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും അത് പരോക്ഷമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് തന്നെ ചെല്ലുന്നത്. ഇപ്പൊ നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, അത് എവിടെ എത്തും? ഉള്ളിലേക്ക്, സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോഴും അത് നമ്മുടെ എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ അത് പോഷിപ്പിക്കുന്ന പോലെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്താലും അത് എത്തുന്നത് എവിടേക്കാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് തന്നെ എത്തുന്നത്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായൈഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ.
ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാര് യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ആ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് അർപ്പിച്ച് സമർപ്പിക്കാതെ മുഴുവനും ആസ്വാദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുന്നത്? ആരാണ് ചോരൻ? അതാ ചോദിക്കുന്നത്. ആരാണ്? ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് സൂര്യന്റെ വെളിച്ചം വേണം, നമുക്ക് അഗ്നി വേണം, വായു വേണം, സമയാസമയത്ത് മഴ വേണം, ഇതൊക്കെ വേണം നമുക്ക്. അപ്പൊ ഇതൊക്കെ ആരാ തരുന്നത് നമുക്ക്? ഭഗവാന്റെ അധീനത. ഇപ്പൊ ചിത്രത്തിൽ കാണാൻ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ എന്താ പറയാ, ആ അധീനതയിൽ ദേവന്മാരുണ്ട്. ദേവന്മാർ ആരാണ്? ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ്. ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് ഈ ദേവന്മാർ. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതിക കാര്യങ്ങളുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികൾ എന്ന് പറയാം. ആ ഭൗതിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഭരണാധികാരികളാണ് ഇവരൊക്കെ. അപ്പൊ ഭഗവാൻ സൂര്യൻ ഒരു പണി കൊടുത്തിട്ടുണ്ട്, ചന്ദ്രൻ ഒരു പണി, പിന്നെ അഗ്നിക്ക് ഒരു പണി, അഗ്നിദേവൻ ഒരു പണി, വരുണദേവൻ ഒരു പണി, അങ്ങനെ വായുദേവൻ ഒരു പണി. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ചുമതല ഓരോരുത്തരും വഹിക്കുകയാണ്. അങ്ങനെയുള്ള ദേവന്മാർ എന്താണ്? നമ്മളിപ്പോ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേദോക്തമായ ആ ശാസ്ത്രവിഹിതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവര് സന്തോഷപ്പെടുമ്പോൾ നമുക്ക് സമയാസമയത്ത് മഴയുണ്ടാകും, നമുക്ക് ധാന്യങ്ങൾ കിട്ടും, നമുക്ക് ഇങ്ങനെ വെയിലും വെളിച്ചം ആവശ്യത്തിന് വെള്ളം എല്ലാം നമുക്ക് അവരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് തരം ക്ലേശങ്ങളുണ്ട്. അത് ആദിദൈവിക ക്ലേശം നമ്മൾ പറഞ്ഞില്ലേ. ദേവന്മാർ സന്തുഷ്ടരായില്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ദേവന്മാർ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ക്ലേശങ്ങൾ, പകർച്ചവ്യാധികളാകാം, പിന്നെ എന്താ പറയാ, വെള്ളപ്പൊക്കമാകാം, ഭൂകമ്പമാകാം, ഇങ്ങനെ പലതും ഉണ്ടാകും. അതെന്തിനാണ്? ദേവന്മാർ സന്തോഷപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഓരോ ക്ലേശങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇല്ലാതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദേവന്മാരെ പ്രീതിപ്പെടുത്തണം. കാരണം അതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുകയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷെ അത് പരോക്ഷമായിട്ടാണ്, എന്താ പറയുക, പ്രത്യക്ഷമായിട്ടല്ല. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ആരാണ്? ചോരൻ തന്നെയാണ്. അപ്പൊ എന്താണോ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അത് തിരിച്ചു നമ്മൾ അവർക്ക് കൊടുക്കാതെ, നമ്മൾ സമർപ്പിക്കാതെ, നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നവൻ, അതാണ് ആസ്വദിക്കുന്നവൻ, ചോരൻ തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാം തന്നത് ഭഗവാനാണെങ്കിൽ തിരിച്ചു ഭഗവാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അച്ഛൻ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുമ്പോ മക്കൾക്ക് കൊടുക്കുമ്പോ ആ മക്കൾ അത് എന്താ പറയാ, അത് വാങ്ങിയ ഉടനെ കുറച്ചെടുത്ത് അച്ഛന്റെ വായിൽ വെക്കുന്നത് പോലെ, എന്താണ്, എല്ലാം തന്നത് കൊണ്ടുവരുന്നത് അച്ഛൻ തന്നെ, മക്കൾക്ക് വേണ്ടി തന്നെ. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? അച്ഛനോടുള്ള ആ സ്നേഹം കാണിക്കുകയാണ്. അതേപോലെ നമ്മളും എല്ലാം തരുന്നത് ഭഗവാനാണ്. ആ നന്ദി പ്രകടനമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ സഹായിച്ച നമ്മൾ എത്രത്തോളം നമ്മൾ അതിവരെ ജീവിതത്തിൽ ഓർക്കും. അതേപോലെ എല്ലാം തരുന്ന ദേവന്മാരെ അല്ലെങ്കിൽ ആ ഭഗവാനെ നമ്മൾ എന്നും ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ തിരിച്ചു സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ ചോരനാവും. അതാണ് ചോരൻ. അതാണ് പറഞ്ഞത്, ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവനാണ് ചോരൻ എന്ന് പറയുന്നു. ഭഗവാന്റെ മഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്? പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ അതറിയാത്തവർക്ക് എന്താണ്? ദേവന്മാരെ ഭഗവാൻ അതുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഭഗവാനെ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ പോകും. അപ്പൊ ദേവന്മാരെ പ്രീതിപ്പെടുത്തുമ്പോ എന്താണ്? അത് പരോക്ഷമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പൂജിക്കപ്പെടുന്നത്. പക്ഷെ ഭഗവാൻ പറയും അവിദ്ധിപൂർവകം, ശരിയായ രീതിയിലല്ല എന്ന്. അപ്പൊ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ എന്താണ്? ഭഗവത് കിങ്കരനാണ്. നമ്മളൊക്കെ എന്താണ്? ഭഗവാന്റെ സേവകന്മാരാണ്. ആ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭഗവാൻ തന്നിട്ടുള്ള ഈ വൈവിധ്യങ്ങൾ, ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ വൈവിധ്യങ്ങളെല്ലാം ഭൗതിക ലോകത്ത് അതൊക്കെ നമുക്കുള്ളതാണ്, എന്റെ ഇന്ദ്രിയ തൃപ്തിക്കുള്ളതാണെന്ന് ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചില്ലെങ്കിലും ഇല്ലാത്ത വിധം ഭൗതിക എന്താ പറയാ, ആസ്തിത്വത്തിൽ നമ്മൾ അധികം കുടുങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ ഭഗവാൻ പറയുന്നു, നമ്മളെങ്ങാനും ഈ ഭഗവാൻ തന്നിട്ടുള്ള എല്ലാ വൈവിധ്യ സൃഷ്ടികളും ഭഗവാന്റെ അതൊക്കെ നമുക്കുള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വാർത്ഥതയായിട്ട് നമ്മളെല്ലാം ഉപയോഗിച്ച് അത് സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുമ്പോൾ, ഭഗവാനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, അത് തിരിച്ച് ഭഗവാനൊരു നന്ദി പ്രകടനം ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? നമ്മളിവിടെ
വീണ്ടും വീണ്ടും നമ്മൾ ഭൗതികതയിൽ കുടുങ്ങി പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്കുള്ള ശിക്ഷയും കിട്ടും. കാരണം നമ്മൾ കള്ളത്തരം കാണിക്കല്ലേ. നമ്മൾ ഭഗവാൻ യജമാനനാണ്. അവരുടെ വീട്ടിൽ വന്ന് നമ്മൾ താമസിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ആ ഉത്തരവാദിത്തം ഉണ്ടല്ലേ. അവർ ഇറങ്ങാൻ പറയുമ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കും. അതേപോലെ തന്നെ ഓണർ വന്ന് ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞ വാടക വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന പോലെ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ പോയേ മതിയാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ, ഭഗവാൻ ആയുസിട്ട് വെച്ചിട്ടുണ്ടാവും. അത്രമാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ നന്ദി പ്രകടനം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ്? കള്ളന്മാരാണ്. അതായത് ഭഗവാൻ ചോരൻ എന്ന് പറയുന്നത് അതാണ്. ഇത് ഇമ്പോർട്ടന്റ്. പ്രസാദത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തെ സർവ കിൽബിഷൈഹി ഭുഞ്ജതേ തേ സ്വകം പാപ യേ പചന്തി ആത്മകാരണാത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? യജ്ഞത്തിൽ നിവേദിക്കപ്പെട്ട ആ അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രസാദത്തിന്റെ മഹത്വം എന്താണ്, ആ പ്രാധാന്യം എന്താണ്. അതായത് ഭഗവാൻ പറഞ്ഞ യജ്ഞത്തിൽ നിവേദിച്ച ആ അന്നം ഭക്ഷിക്കുന്നത് ആരാണ്? ഭക്തന്മാര്. ഭഗവാന്റെ ഭക്തന്മാർ എന്താ ചെയ്യുന്നത്? അവരെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ഭഗവാന് നിവേദിക്കും. എന്നിട്ട് അവർ ആ നിവേദ്യം അതാണ് പ്രസാദ രൂപത്തിൽ അവർ സ്വീകരിക്കും. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിരിക്കും. അതിൽ നമുക്കൊരു അവസരം കൂടിയാണ്. ഭഗവാനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു അന്ന് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഭഗവാന്റെ പ്രസാദത്തിൽ എന്താണ്? നമുക്ക് മുൻജന്മത്തില് എത്രയോ പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ അത് നമുക്ക് കിട്ടും. സമയമാകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സീഡിനെ പോലെ, അതായത് നമ്മൾ ഒരു ബീജത്തെ പോലെയാണ് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾ. പക്ഷെ അതെന്താണ്? അതിങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ ഒരു വൃക്ഷമാകുമ്പോൾ അത് കായ്ക്കുമ്പോൾ അത് അപ്പൊ കിട്ടും നമുക്കൊരു ഫ്രൂട്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദുഃഖം വരുന്നത്. എന്തിനാണ്? ആ ഒരു വിത്ത് പോലെ ഉണ്ടായിരുന്നത് അത് കായ്ക്കുകയും അത് ഫലം നൽകുമ്പോഴാണ് നമുക്ക് ആ ദുഃഖങ്ങൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എത്രയോ പാപങ്ങള് കുന്നുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ മുൻജന്മത്തില്. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഭഗവാന് പ്രസാദം, അതായത് നിവേദ്യം അർപ്പിച്ച് നമ്മൾ പ്രസാദ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് മുൻജന്മത്തിലെ ആ പാപ പ്രതികരണങ്ങളൊക്കെ ഭഗവാൻ നശിപ്പിക്കുകയാണ്, അത് ഇല്ലാതാക്കാണ് ഭഗവാൻ നമുക്ക്. ഇതിലൂടെ കാരുണ്യം നൽകാണ് നമുക്ക്. അതാണ് അതിന്റെ എന്താ പറയുക പ്രാധാന്യം. മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. നമ്മളില്ല എനിക്ക് വേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ എന്താണ് മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, എന്നിട്ട് അടുക്കളയിൽ ചെന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുന്നു. ഭഗവാനെ ഒന്ന് ഓർക്കുന്നത് പോലുമില്ല, ഒരു നന്ദി പ്രകടനമില്ല. നമ്മൾ പറഞ്ഞില്ലേ, ത്വദീയ വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. അതായത് നിന്റെ വസ്തു ഭഗവാനെ, ഇതൊക്കെ നീ തന്നതാണ്. നമ്മൾ സൃഷ്ടിച്ചു എന്തെങ്കിലും? നമ്മളൊന്നും സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം ഭഗവാന്റെയാണ്. അപ്പൊ നീ തന്ന വസ്തു ഗോവിന്ദ നിനക്ക് തന്നെ ഞാൻ തരികയാണ് എന്നും പറയുമ്പോ എന്താണ്? ഒരു നന്ദി പ്രകടനം. ഭഗവാനൊന്നും വേണ്ട, ഭഗവാൻ ആത്മാരാമനാണ്. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവനാണ്. അവൻ ഒന്നിന്റെയും ആവശ്യമില്ല, ഒന്നിന്റെയും കുറവില്ല. പക്ഷെ നമ്മൾ ആ സ്നേഹം കൊണ്ട്, നമ്മൾ ആ ഭക്തിയോടെ കൊടുക്കുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു, ബ്രഹ്മാവ് പോലും പറയുന്നു, അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി. നമ്മൾ കൊടുക്കുമ്പോൾ ഭഗവാൻ കൈകൊണ്ട് കഴിച്ചില്ലെങ്കിലും ഭഗവാൻ കണ്ണുകൊണ്ട് ആ പ്രസാദം നമ്മൾ വെക്കുന്ന ആ ഒരു നിവേദ്യം സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് പ്രസാദ രൂപത്തിൽ നമുക്ക് വരും. അതിന്റെ എന്തുകൊണ്ട് നമ്മൾ പ്രസാദം കഴിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദേഹശുദ്ധി വരുത്തുന്നത് പോലെ നമ്മൾ കുളിക്കുന്നു, നല്ല വസ്ത്രം അണിയുന്നു, ദേഹശുദ്ധിയായി. പക്ഷേ മനസ്സ് ശുദ്ധീകരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ശുദ്ധീകരിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ കാണാൻ പറ്റാത്ത ആ സംഭവങ്ങൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? അത് ഈ പ്രസാദത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഈ പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ദ്രിയ നിയന്ത്രണം എങ്ങനെ പറ്റും? അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം സംഭവിക്കണമെങ്കിലും, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണമെങ്കിലും, ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിലും നമ്മൾ പ്രസാദം കഴിക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത്? പാപമാണ് നമ്മൾ ഭുജിക്കുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞേ, പാപത്തെയാണ് അവര് ഭുജിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവനെ എന്താ പറയാ, സന്ത എന്ന് വിളിക്കുന്നു. സന്ത നമ്മൾ പറഞ്ഞില്ലേ, യജ്ഞശിഷ്ട ശിനസന്ത എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ശിനസന്ത എന്ന് പറഞ്ഞ എന്താണ്? ഭഗവത് ഭക്തന്മാരെ, അല്ലെങ്കിൽ ഭഗവാന്റെ കൃഷ്ണാവബോധം ഉണർന്നവരെ, അവരെയാണ് നമ്മൾ സന്ത എന്ന് വിളിക്കുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. സത്തുക്കൾ എപ്പോഴും എന്താ പറയാ, സത്തുക്കൾ എപ്പോഴും കൃഷ്ണനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കില്ല. അവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും, ഈ ശരീരം പോലും ഭഗവാൻ തന്നതാണ്. ഈ ശരീരത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ കരുണ ഇല്ലാതെ പറ്റില്ല, അല്ലെ? നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു,
ഒരുപാട് പാപം ശേഖരിച്ചു വെക്കും. അതായത് ഞാൻ പറഞ്ഞു, അത് കൃഷി സ്ഥലത്തിൽ നിന്നും അവർ എന്താ പറയാ കർഷകന്മാരെന്താ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ ഒരുപാട് ദുഃഖ കഥകൾ ഉണ്ടാവും അതിന്റെ പിന്നില്. ഒരുപാട് ബുദ്ധിമുട്ടിട്ട് എത്രയോ പേര് എന്താ പറയാ ഈ ധാന്യങ്ങളെ എന്താ പറയാ അത് കൊണ്ടുപോയി എന്താ പറയാ ഹോൾസെയിൽ മാർക്കറ്റിൽ വരുന്നു. അവിടെ നിന്ന് അത് റീറ്റെയിൽ മാർക്കറ്റിൽ നിന്ന് പിന്നെ നമ്മുടെ അടുത്തേക്ക് അത് എത്തുമ്പോഴത്തേക്കും ഒരുപാട് പാപങ്ങളെ അത് ശേഖരിച്ചു വെക്കും. ഏതാണ് ഈ ധാന്യങ്ങളും പച്ചക്കറി ആവട്ടെ പഴങ്ങളാവട്ടെ എന്തും, ഇതൊക്കെ ഒരുപാട് പാപങ്ങൾ ഉണ്ടാവും അതില്. നമുക്കറിയില്ല അതൊക്കെ. എത്രയോ കൃമികളും എത്ര സൂക്ഷ്മമായ അണുക്കൾ ഉണ്ടാവും. അതൊക്കെ എന്താ പറയാ നശിച്ചു പോയിട്ടുണ്ടാവും ഈ പ്രോസസ്സില്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അത് നമുക്കൊന്നും അറിയില്ല. നമ്മളത് പാചകം ചെയ്ത് നമ്മൾ പ്ലേറ്റിലിട്ട് നമ്മൾ കഴിക്കുകയാണ്. പക്ഷേ ഡയറക്റ്റ് അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ്, നമ്മൾ പാപത്തെയാണ് കഴിക്കുന്നത്. പക്ഷെ അത് ഭഗവാന് കൊടുക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് എന്താണ്, പാപമുക്തനാക്കി തരും ഭഗവാൻ. ആ എന്താ പറയുക ഭക്ഷണത്തിൽ എന്തൊക്കെ പാപമുണ്ടോ അതൊക്കെ ഭഗവാൻ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അത് പാപമുക്തമായിട്ട് നമുക്ക് തരികയാണ്. അങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് നിവേദിക്കാതെ യാതൊന്നും ഭഗവാന്റെ ഭക്തർ സ്വീകരിക്കുന്നില്ല. അപ്പോ ഈ സന്ത എന്ന് പറഞ്ഞ എന്താണ്, ഭഗവത് ഭക്തരെ അല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉണർന്നവരെയാണ് സന്ത എന്ന് വിളിക്കുന്നത്. അന്നാത് ഭവതി പർജന്യോ പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവജാലങ്ങളും എന്താ പറയുന്നത്, എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധി പ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു സൈക്കിളാണ്. നമ്മൾ പറഞ്ഞില്ല ഇതൊരു സൈക്കിൾ. എങ്ങനെയാണ്, ഇപ്പോ ബ്രഹ്മാവിന് ആരാണ് ജ്ഞാനം കൊടുത്തത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന് ജ്ഞാനം കൊടുത്തു. ആ ബ്രഹ്മാവ് വേദങ്ങളുണ്ട് അല്ലെ, ആ വേദങ്ങളിൽ ബ്രഹ്മാവിന്റെ കയ്യിൽ വേദങ്ങളുണ്ട്. അപ്പൊ വേദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇന്നെന്ന ആൾക്കാർ ഇന്നെന്ന രീതിയിൽ പണിയെടുക്കണം. നമ്മളിപ്പം ബ്രാഹ്മണനാവട്ടെ വർണ്ണാശ്രമ എന്താ പറയാ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഇന്ന രീതിയിൽ ജോലി ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ നിയതകർമ്മങ്ങൾ നമ്മുടെ ധാർമ്മിക ബാധ്യതകൾ നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഭഗവത് പ്രീതി. അതായത് ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്താണ്. അപ്പൊ ദേവന്മാരെന്താണ്, ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുകളാണ്. അവരെന്ത് ചെയ്യും, അവർ പ്രീതിപ്പെടുമ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അവര് സമയാസമയത്ത് മഴയൊക്കെ തരും നമുക്ക്. അങ്ങനെ മഴ കിട്ടുമ്പോ എന്താണ്, അപ്പൊ നമുക്ക് എന്താണ്, ധാന്യങ്ങൾ വളർത്താൻ പറ്റും. ആ ധാന്യങ്ങൾ കിട്ടും. ആ ധാന്യങ്ങളിലൂടെ എന്താണ്, ജീവജാലങ്ങളെല്ലാം സന്തുഷ്ടരാകുന്നു. അങ്ങനെ നമുക്ക് ധാന്യങ്ങൾ വേണം അല്ലെ, നമുക്ക് ജീവിക്കണമെങ്കിൽ ധാന്യങ്ങൾ വേണം. ധാന്യങ്ങൾ എവിടുന്ന് വരുന്നു, യജ്ഞം അനുഷ്ഠിക്കണം. അല്ല, മഴ മൂലം വരുന്നു ധാന്യങ്ങൾ, മഴ മൂലം വരുന്നു. മഴ എങ്ങനെ ഉണ്ടാകും, ദേവന്മാർ തരുന്നു. ആ ദേവന്മാർ എങ്ങനെ തരുന്നു, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ യജ്ഞകർമ്മങ്ങൾ അതായത് നിയത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദേവന്മാർ പ്രീതിപ്പെടുന്നു. അങ്ങനെയാണ് ഈ സൈക്കിൾ നടക്കുന്നത്. ശരി, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ആ കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ കൃഷ്ണനെ നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് എന്താ പറയാ വൈഷയിക ആസക്തിയെ ചെറുത്തു നിർത്താനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടായിരിക്കും. ഇപ്പൊ വൈഷിക ആസക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആ ഇന്ദ്രിയ സുഖഭോഗങ്ങളെ അനുഭവിക്കാനുള്ള ഒരു ആസക്തി. ആ ആസക്തി നമുക്ക് അത് കുറഞ്ഞു വരും, നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പകർച്ചവ്യാധി അല്ലെ, ഇപ്പൊ ഒരു കൊറോണ വന്ന സമയത്ത് എന്തായി, നമുക്കെല്ലാം പേടിയായി അല്ലെ. നമുക്കെല്ലാം പേടിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇമ്മ്യൂണിറ്റി നമുക്കൊരു പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പെട്ടെന്ന് എല്ലാവരും ഇഞ്ചക്ഷൻസ് എടുത്തു അല്ലെ. ആ ഇഞ്ചക്ഷൻസ് എടുത്തുമ്പോൾ നമുക്ക് എന്താ മനസ്സിലറിയാം അല്ലെ, ഇനി നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടി, ആ ഒരു കൊറോണയ്ക്ക് നമുക്കെതിരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലേ. അതേപോലെ തന്നെ ഈ മായാശക്തി, ഭഗവാന്റെ ഭൗതിക ശക്തി, അതായത് അധമ ശക്തിയായ മായാശക്തിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഇമ്മ്യൂണിറ്റി വളർത്തണം, അതായത് പ്രതിരോധ ശേഷി വളർത്തണം. എങ്ങനെ, ഭഗവാന്റെ പ്രസാദം കഴിച്ചുകൊണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഈ എന്താ പറയുക ഭഗവാന്റെ ഭൗതിക ശക്തിയായ മായാശക്തി നമ്മളെ പിടിയിലാക്കും, നമ്മളെ അവരുടെ മായയുടെ പിടിയിലാക്കും നമ്മളെ. അതുകൊണ്ട് ആ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഭൗതിക വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകാൻ പാടില്ല എങ്കിൽ നമ്മൾ പ്രസാദം സ്വീകരിക്കണം. പ്രസാദം സ്വീകരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും, മെല്ലെ 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 നമ്മുടെ ആ ഭൗതിക ആസക്തികളൊക്കെ തനിയെ കുറഞ്ഞു വരും. അതാണ് നമ്മൾ പറഞ്ഞത്, ആസക്തിയും പാടില്ല വിരക്തിയും പാടില്ല ഒന്നിനോടും. അതാ പറയുന്നത്. അല്ലെ, ഈ രണ്ടും നമ്മളിവിടെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ എന്താണ്, നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, സ്വഭാവത്തിലും വരും. നമ്മൾ പറഞ്ഞില്ലേ ശ്രദ്ധാവിഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു അല്ലെ, ഓരോ ഗുണത്തിനനുസരിച്ച് ആഹാര രീതികൾ എങ്ങനെയായിരിക്കും, സാത്വിക ആഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം എല്ലാം നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ആഹാരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, കാരണം നമ്മുടെ അത് മനസ്സിനെ കീഴ്പ്പെടുത്തും, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ എന്താ കഴിക്കുന്നത്, നമ്മൾ എങ്ങനെയാ കഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. എങ്കിലേ നമ്മുടെ സ്വഭാവ ശുദ്ധി വരൂ, ആത്മശുദ്ധി ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ്.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പറഞ്ഞില്ലേ, എന്താണോ നമ്മൾ കഴിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റം, ആ രീതിയിലായിരിക്കും നമ്മുടെ സ്വഭാവം. നമുക്കിതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. മെല്ലെ മെല്ലെ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്തോറും നമ്മുടെ ദേഷ്യം കുറയും, നമ്മുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം, നമുക്ക് ഒരുപാട് ആസക്തി, ഭൗതിക ആസക്തികൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊക്കെ ആ പ്രസാദത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ശുദ്ധീകരണം നടക്കുന്നത് ആന്തരികമായിട്ടാണ്, ബാഹ്യമായിട്ടല്ല. ബാഹ്യമായിട്ട് വരും, പ്രകടനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആന്തരികമായിട്ട് നടക്കുന്നതാണ് ശുദ്ധീകരണം. അപ്പൊ അതിന് നമ്മൾ പ്രസാദം കഴിക്കാൻ മാത്രമാണ് ഒരു വഴിയുള്ളൂ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരം സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ വേദങ്ങളിൽ എന്താണ്? നിയന്ത്രിതമായ കർമ്മവിധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. നമ്മൾ പറഞ്ഞു വേദങ്ങൾ ആരായതിയെ? വേദവ്യാസരാണ്. അപ്പൊ വേദവ്യാസർ ആരാണ്? വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ സാഹിത്യ അവതാരമാണ്. ഭഗവാൻ സ്വയം വേദവ്യാസരുടെ രൂപത്തിൽ വന്നിട്ടാണ് നമുക്ക് വേദങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് വേദങ്ങളെ നമ്മൾ അപൗരുഷേയ എന്ന് പറയും. അപ്പൊ അതേപോലെ അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അപ്പൊ എന്താണ് അതിനാൽ എന്താണ്? സർവ്വവ്യാപകമായ എല്ലായിടത്തുള്ള അതീന്ദ്രിയമായ യജ്ഞകർമ്മങ്ങളിലാണ്. അതീന്ദ്രിയ സത്ത എന്ന് പറഞ്ഞ എന്താണ്? ആത്മാവ്. അതീന്ദ്രിയ സത്ത എന്ന് പറയുന്നത് ആത്മാവിനെ. അപ്പോ അത് യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അപ്പൊ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ജാഗരൂകരായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. കാരണം എന്താണ്? അത് പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്നാണ് നേരിട്ട് വന്നിട്ടുള്ളത്. ഏത്? വേദങ്ങള്. അപ്പൊ വേദങ്ങൾ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ നമ്മളെല്ലാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വേദോദിഷ്ടമല്ലാത്ത കർമ്മം എന്താണ്? ഇപ്പൊ വികർമ്മത്തെ കുറിച്ച് പറയാണ്. എന്താണ് വികർമ്മ? വികർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദ ഉപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം എന്ന് പറയും. അതെന്താണ്? ആധികാരികമല്ലാത്തതും പാപകരവുമായതാണ്. അപ്പൊ ഇതെന്താണ് വികർമ്മ എന്ന് പറഞ്ഞാൽ? ആധികാരികമല്ലാത്തതും പാപകരമായിട്ടുള്ളതും പിന്നെ വേദ ഉപദിഷ്ടമല്ലാത്ത കർമ്മമാണ് വികർമ്മ. വികർമ്മ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, വേദത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്യുന്നത്, പിന്നെ പാപകരമായിട്ടുള്ള കർമ്മങ്ങൾ, ആധികാരികമായിട്ടുള്ള കർമ്മങ്ങൾ, അല്ലാത്ത കർമ്മങ്ങൾ. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇതാണ് വികർമ്മ. കർമ്മ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. അപ്പൊ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ എന്താ പറയുക സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അപ്പൊ നമുക്കിപ്പോ ചിലപ്പോ വേദങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരുപക്ഷെ ഇപ്പൊ നമുക്കത് വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിവില്ലായിരിക്കാം. കുഴപ്പമില്ല, സാരമില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടേ? കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാം. അത് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? അവ വൈദിക യജ്ഞം അനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. അതാണ് കൃഷ്ണാവബോധത്തിന്റെ ഒരു എന്താ പറയുക ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിപ്പോ വൈദിക യജ്ഞ അനുഷ്ഠാനങ്ങളുടെ ഫലം നമുക്ക് കിട്ടാണ്. ഒരുപക്ഷെ നമുക്കത് ചെയ്യാൻ അറിവില്ലായിരിക്കാം, അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിവില്ലായിരിക്കാം. പേടിക്കാനില്ല. പക്ഷെ കൃഷ്ണാവബോധത്തിന്റെ ആ സിദ്ധാന്തങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അതേ ഫലം തന്നെ നമുക്ക് ഈ കൃഷ്ണാവബോധത്തിൽ കിട്ടുന്നത്. എന്താ പറയാ വേദങ്ങളിൽ എന്താ പറഞ്ഞേ അത് തന്നെ ഇവിടെയും കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനില്ല. ഇപ്പൊ വികർമ്മ എന്ന് പറഞ്ഞ എന്താണ്? ആധികാരികമല്ലാത്തതും പാപകരമായിട്ടുള്ളതും പിന്നെ വേദോ ഉപദിഷ്ടമല്ലാത്ത കർമ്മമാണ് വികർമ്മ. एवं प्रवर्तितं चक्रं വർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാ രാമോ മോഘം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ എന്താ പറയാ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങളെ സൃഷ്ടിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ വേദത്തിൽ എന്ത് പറഞ്ഞു? അതല്ലാതെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? പാപം നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. വെറും എന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളെ സന്തോഷപ്പെടുത്തണം, എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം എന്ന് മാത്രം ചിന്തിച്ച് ആ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ എന്താണ്? അവന്റെ ജീവിതത്തിന് ഫലമില്ലാതെ ആകും എന്ന് ഭഗവാൻ പറയാണ്. കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖാനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഭഗവാൻ ഇവിടെ എന്താണ് എതിർക്കുന്നത്? നമ്മുടെ ഒരു സിദ്ധാന്തം ഉണ്ട്. എന്താണത്? കഠിനമായി പ്രവർത്തിക്കണം. കാലത്ത് തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഒരുപാട് കഠിനമായ അധ്വാനം ചെയ്യണം. എന്തിനാണ്? നമുക്ക് കുറെ പണം കിട്ടും. പണം കിട്ടിയിട്ട് എന്തിനാണ്? ഇന്ദ്രിയ സുഖം അനുഭവിക്കണം. നമുക്ക് ഒരുപാട് വീട് വേണം, നമുക്ക് ഒരുപാട് കാറ് വാങ്ങണം, ഒരേ ആഗ്രഹങ്ങൾ, വേണ്ടാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ, ആവശ്യത്തിന് വേണം നമുക്ക്. ആ കോട്ട ഭഗവാൻ തന്നെ തന്നിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ ഇനിയും
ഇനിയും എന്ന നമ്മൾ പറഞ്ഞില്ലേ അത്യാഗ്രഹം, ഇനി വ്യാമോഹം, അതായത് എത്ര ഉണ്ടെങ്കിലും മതി വരാത്തൊരു ആഗ്രഹം, ഇനിയും ഇനിയും എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് രാവിലെ തൊട്ട് കാലത്ത് തൊട്ട് വൈകിട്ട് വരെ നമുക്ക് ഒരു തരി സമയമില്ലാത്ത പോലെ നമ്മൾ അധ്വാനിക്കും. എന്നിട്ട് എന്താണ് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം അങ്ങനെ സമ്പാദിക്കുന്ന ആ സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. യസ്വാത്മാ രതിരേവ സ്യാദ്യാത്മാ തൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ് തസ്യ കാര്യം ന വിദ്യത്തെ. മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ ആത്മാവിൽ പൂർണ്ണ തൃപ്തനായി ഇരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയാണ് ആരാണോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ ആരാണ്, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്, അതാണ് നമ്മൾ പറയുന്നത് തഥോ ബ്രഹ്മ ജിജ്ഞാസ. ഞാൻ ആരാണ്, ഞാൻ എന്തുകൊണ്ട് ഒരു സ്ത്രീയായി ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ജനിച്ചു, എനിക്ക് എന്താണ് കർമ്മം, അല്ലെ? നമുക്ക് ഓരോ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ഇങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് തരുന്നതെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അത് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കണം ഞാൻ ആരാണ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, എനിക്ക് മരിക്കും മുന്നേ എന്താണ് ചെയ്യാനുള്ളത്, എനിക്കും ഭഗവാനായിട്ടുള്ള എന്താ ബന്ധം, ആ ബന്ധം മനസ്സിലാക്കിയിട്ട് നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ട കർമ്മം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു വഴി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുക, ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ അദ്ദേഹത്തിൽ പറഞ്ഞു പൂച്ചകളും പട്ടികളെ പോലെ ഇവിടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല മനുഷ്യ ജന്മം. ആത്മാരാമനായി, എന്താണ് ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ, ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സഫീഷ്യന്റ്, നമ്മൾ പറയില്ലേ സെൽഫ് സാറ്റിസ്ഫൈഡ്, അതായത് ആത്മതൃപ്തി. എന്ത് നമ്മൾ ഒരു ആഗ്രഹങ്ങളില്ലാതെ, കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമില്ലാതെ എന്തുണ്ടോ അതിൽ ആത്മസംതൃപ്തി അണയുന്നത്, അതാണ് ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുക. എന്തുണ്ടോ അതിൽ നമ്മൾ പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കണം നമുക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു കർത്തവ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് സ്വാർത്ഥ മനോഭാവമില്ല, ഇന്ദ്രിയ തൃപ്തിയുടെ ഒരു ആഗ്രഹമില്ല, അത്യാഗ്രഹമില്ല. കൃഷ്ണാവബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞം അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയ മാലിന്യം ആകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ പറയില്ലേ ഒരു ഗുണം എന്താണ്, നമ്മൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ എന്താണ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അനേക ആയിരം യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ ഗുണങ്ങൾ, ആ ഒരു ഫലങ്ങളെല്ലാം നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഉടനടി കിട്ടുകയും ചെയ്യും. പിന്നെ ഹൃദയ മാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ഇത് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കലിയുഗ ധർമ്മമായ ഹരിനാമ സങ്കീർത്തനം, അതായത് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ക്രമേണ ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇത് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലുള്ള ആ മാലിന്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ നീക്കപ്പെടുന്നതെന്ന് നമുക്ക് അനുഭവിച്ച് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അതാണ് പറഞ്ഞത് ഹൃദയ മാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. എന്തെല്ലാം ഗുണമുണ്ടല്ലേ നമ്മൾ കൃഷ്ണാവബോധത്തിൽ. അതായത് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക, അത്ര മാത്രമാണ് കൃഷ്ണാവബോധം. അപ്പൊ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കപ്പെടും. പിന്നെന്താണ് ഒരുപാട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ആയിരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോവാണ്. അതാണ് അതിന്റെ ഗുണം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന യച്ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയഃ. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാ പറയുന്നത്, ആർക്കാണോ ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ, ഞാൻ ആരാ, എന്റെ കർമ്മം എന്താ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഭഗവാൻ ആരാ, ഭഗവാനും എനിക്കായിട്ടുള്ള ഒരു ബന്ധം എന്താ, ഇതൊക്കെ മനസ്സിലാക്കിയ വ്യക്തിക്ക് എന്താണ് പ്രത്യേകിച്ച് വിധിക്കപ്പെട്ട കർത്തവ്യം ഒന്നും നിറവേറ്റേണ്ട ആവശ്യമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവും ഇല്ല. അവൻ മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതില്ല. അതായത് ഇവിടെ പറയണം, നമ്മൾ ആരാണോ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ എന്താണ് ദേവന്മാരെയോ മറ്റുള്ള മനുഷ്യന്മാരെയോ ഒന്നും അഭയം തേടേണ്ട ആവശ്യമില്ല. എന്താണ് കാരണം, എന്താണ് നമ്മൾ പറഞ്ഞു, ആരാണോ കൃഷ്ണഭക്തൻ, ആരാണോ കൃഷ്ണാവബോധമാർന്ന വ്യക്തി, അദ്ദേഹത്തിന് എന്താണ് കിട്ടുക, ഭഗവാന്റെ അന്തരംഗ ശക്തിയായ ആ ഒരു ശക്തിയുടെ ഒരു സംരക്ഷണം എന്നുണ്ടായിരിക്കും. അപ്പൊ വേറെ ദേവന്മാരെയോ വേറെ മനുഷ്യരെയോ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം നേരിട്ട് ഭഗവാന്റെ അണ്ടറിലായിരിക്കും അദ്ദേഹം. അങ്ങനെ ആ ഭഗവാന്റെ ആ കീഴിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോ പേടിക്കാനില്ല, അദ്ദേഹത്തിന് ഒന്നും തന്നെ പേടിക്കാനില്ല. ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യത ഇല്ല. അതാണ് പറയുന്നത് ആത്മജ്ഞാനി. അതുകൊണ്ടാണ് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി എന്താണ്
ആത്മജ്ഞാനിയാണ്. അദ്ദേഹത്തിന് ആത്മാവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ കാണുന്ന ഈ ശരീരമല്ല നമ്മൾ ഓരോരുത്തരും ആത്മാവാണെന്നുള്ള ബോധം നല്ലതുപോലെ ഉണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ചെയ്യേണ്ട ബാധ്യതയില്ല വേറെ കർമ്മങ്ങളൊന്നും. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടും. അതാ പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ എന്റെ ജീവിതം ഇവിടെ പാഴാക്കി കളയാനുള്ളതല്ല, ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭോഗ ഐശ്വര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളതല്ല ജീവിതം. പക്ഷെ ഇത് കൃഷ്ണന് വേണ്ടി നമ്മൾ എന്താ പറയാ, നമ്മൾ ഭഗവാൻ എല്ലാ കാര്യങ്ങളും കൃഷ്ണന് വേണ്ടി ചെയ്യാനുള്ളതാ എന്നുള്ള ആ ബോധം അദ്ദേഹത്തിനുണ്ടായിരിക്കും. അങ്ങനെ പ്രവർത്തനങ്ങളിൽ മാത്രമേ അദ്ദേഹം ഏർപ്പെടുകയുള്ളൂ. കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ എന്താ പറയാ, നൈഷ്കർമ്മ്യം അല്ലതാനും. ഇപ്പൊ കൃഷ്ണാവബോധം എന്ന് പറയുമ്പോൾ വെറുതെ ഞാൻ കർമ്മം ചെയ്യുന്നു, ഫലങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതല്ല എന്താ പറയാ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ്? ആ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ആത്മസംതൃപ്തിക്കല്ല. നമ്മുടെ സ്വന്തം ശരീരത്തിനോ മനസ്സിനോ തൃപ്തിപ്പെടുത്താനല്ല, അത് കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. കാരണം കൃഷ്ണൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്, ഋഷികേശനാണ്. അത് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കും. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് മാത്രം കർത്തവ്യം നിറവേറ്റുക. അർജുനനോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, നീ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിന്റെ കർത്തവ്യം എന്ന നിലയ്ക്ക് മാത്രം നീ കർമ്മം അനുഷ്ഠിക്കേ. അത് അപേക്ഷിക്കേണ്ട. സന്താപമോ സന്തുഷ്ടിയോ, അത് ലാഭമോ നഷ്ടമോ ജയമോ തോൽവിയോ ഒന്നും നീ ചിന്തിക്കേണ്ട. നിഷ്കാമം പ്രവർത്തനം ഭക്തനെ പരമപദത്തിലേക്ക് എത്തിക്കും. അതാണ് പരമപദം. ഏതാണ്? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കും. എങ്ങനെയാണ്? നിഷ്കാമ കർമ്മം, നിഷ്കാമ പ്രവർത്തനം. അതായത് ഒന്നും തന്നെ ആഗ്രഹിക്കാതെ, അതിന്റെ ജയം തോൽവി സന്തുഷ്ടി ലാഭം ഒന്നും ചിന്തിക്കാതെ ആ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് ഓർത്ത് മാത്രം ചെയ്യുമ്പോൾ അത് പരമപദത്തിലേക്ക് എത്തിക്കും. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യം അനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അതാണ് ഇപ്പൊ കുരുക്ഷേത്രത്തിൽ ഭഗവാൻ എന്താ ആഗ്രഹിക്കുന്നത്? അർജുനൻ യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ അത് ഭഗവാന്റെ ആ ഒരു ആഗ്രഹമാണ്. ഭഗവാൻ ആഗ്രഹിക്കുകയാണ് അർജുനൻ യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനന് യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. അതാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ കൃഷ്ണാവബോധത്തിൽ എല്ലാവരും എന്താ ചെയ്യുന്നത്? അവര് ഭഗവാന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിനല്ല അവര് പ്രവർത്തിക്കുന്നത്. ഫലത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ എന്തോ ആയിക്കോട്ടെ, അവർ ചെയ്യുന്നത് എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ എന്താ പറയാ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് അവർ കർമ്മം ചെയ്യുക. അപ്പൊ അവർക്ക് സ്വന്തം താല്പര്യം അവർക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഇവിടെ എന്താ പറയുന്നത്? വീണ്ടും ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിലേക്ക് എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ എന്താ പറയാ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഭഗവാൻ പറയാണ് ജനകന്റെ ഉദാഹരണം കൊടുക്കണം. ആരാണ് ജനക രാജാവ്? സീതാദേവിയുടെ അച്ഛൻ. അപ്പൊ സീതാദേവിയുടെ അച്ഛൻ ജനകരാജാവ് അതായത് ആദ്യമേ എന്താ പറയാ ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയായിരുന്നു. പക്ഷെ എങ്കിലും എന്താണ്, ഒരു രാജാവായിട്ട് പോലും എന്താണ് വിധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ്? അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം യഥാ രാജ തഥാ പ്രജ, രാജാവ് എങ്ങനെയാണോ പ്രജകളും അതുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ രാജാവ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്താണ്? മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റും നമുക്ക്. അതാ പറഞ്ഞില്ലേ, ഏതാണോ നമ്മുടെ സ്ഥാനം, ആ സ്ഥാനത്തിനനുസരിച്ച കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ടാണ് നീ കർമ്മം ചെയ്യേ. കാരണം അർജുനൻ ഇപ്പോ യുദ്ധരംഗത്തിൽ നിന്ന് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയ എന്താണ് ആൾക്കാർ വിചാരിക്കില്ല, അർജുനൻ ഒരു ക്ഷത്രിയനായിട്ട് പോലും കർമ്മം ചെയ്തില്ല, പിന്നെ നമുക്ക് എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ ഒരു മാതൃകയാവണം. നാളെ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവേണ്ടേ അർജുനൻ യുദ്ധം ചെയ്തു. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് എതിർപക്ഷത്ത് ആര് വേണമെങ്കിലും നിന്നോട്ടെ, പക്ഷെ അവർ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നോർത്ത് അർജുനന്റെ കർത്തവ്യം എന്താണ് അത് അർജുനൻ നിർവഹിച്ചു എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തുമായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും സുഹൃത്തുക്കളാണ്, അവർക്ക് അവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോ അർജുനനും കൃഷ്ണനോട് കൃഷ്ണൻ എന്തിനാണ് അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? ഹിംസയ്ക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് തോന്നാം അല്ലെ, എന്തുകൊണ്ട്
കൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ഹിംസ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അർജുനനെ കൃഷ്ണൻ? അല്ല. അതെന്തുകൊണ്ടാണ്? നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുമ്പോൾ. അതാണ് ഒരുപാട് അർജുനൻ എന്താ പറയാ, കൃഷ്ണൻ സന്ധി സംഭാഷണത്തിന് ചെന്നു ദുര്യോധന്റെ അടുത്ത്. ഒരു കാര്യവും ഉണ്ടായില്ല അല്ലെ. എന്തെല്ലാം കൊടുക്കാൻ പറഞ്ഞു, ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് അവകാശപ്പെട്ടതാണ് കൊടുക്കാൻ പറയുന്നത്, അതുപോലും നിഷേധിക്കുകയാണ് ചെയ്തത് ദുര്യോധനൻ. ഒന്നും തന്നെ ചെയ്യില്ല, ഒരു മുട്ടുസൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു യുദ്ധത്തിന് ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ ഹിംസ എപ്പോഴാണ് ആവശ്യം വരുന്നത്? നീതിവാദങ്ങൾക്ക് ഫലമില്ലാതെ വരുന്നിടത്ത് യുദ്ധം ആവശ്യമാണ്, ഒരു ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താനാണ് അവിടെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. യദ്യത് ആചരതി ശ്രേഷ്ഠ, ഇതും ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തദ്ദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തത്തെ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തി. നമുക്ക് എല്ലാവർക്കും ഓരോ മാതൃകകൾ ഉണ്ടാവും അല്ലെ. ചിലവർക്ക് സിനിമാ താരങ്ങളായിരിക്കാം, ക്രിക്കറ്റ് താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ രാഷ്ട്രീയക്കാരായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലെ ഓരോ മാതൃകകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെന്താണോ ചെയ്യുന്നത് മറ്റുള്ളവരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കും, അത് അനുകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാ പറയണേ, ശ്രേഷ്ഠനായ വ്യക്തി എന്താണോ ചെയ്യുന്നത് മറ്റുള്ളവർ അവരെ അനുകരിക്കുന്ന ആൾക്കാർ, ഫോളോവേഴ്സ് എന്ന് പറയില്ലേ, അവരെന്താ ചെയ്യുക, അത് തന്നെ ചെയ്യുക. അതുകൊണ്ടാണ് ശ്രേഷ്ഠനായ വ്യക്തി എപ്പോഴും എന്താണ്, നല്ല കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് മാതൃകാപരങ്ങളായ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണം. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവരെ നോക്കിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നവരും അനുകരിക്കുന്നവരും ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവർ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ എപ്പോഴും പ്രവർത്തനങ്ങൾ വളരെയധികം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പൊ ഉപദേശിക്കാൻ തുനിയുന്നതിന് മുമ്പ് ഗുരു വേണ്ടും വിധം എന്താ പറയാ പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. ചൈതന്യ മഹാപ്രഭു അതായത് എന്താ, നമ്മളിപ്പോ ഒരു പ്രചാരം ചെയ്യുമ്പോൾ ആചാരം ഉണ്ടായിരിക്കണം. അതായത് ആ പ്രചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ്, അത് നമ്മൾ അനുസരിച്ചിരിക്കണം, നമ്മളത് പെരുമാറ്റത്തിൽ കൊണ്ടുവന്നിരിക്കണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പുകവലി, അതായത് ഒരു സ്മോക്ക് ചെയ്യുന്ന ആള്, പുകവലിക്കുന്ന ആള് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ കഴിയില്ല അല്ലെ. പുകവലി ശരീരത്തിന് നല്ലതല്ല, അത് പുകവലി നിർത്തണം എന്നുള്ള ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്, സ്വയം അത് നിർത്തിയിട്ടില്ല. അപ്പൊ മറ്റൊരാൾക്ക് എങ്ങനെ ഉപദേശം കൊടുക്കാൻ പറ്റും? അതാണ് പറയുന്നത്, ഉപദേശിക്കുന്ന ഒരാള് ഗുരു എന്താണ് ചെയ്യേണ്ടത്, വേണ്ടും വിധം പെരുമാറ്റത്തിൽ അദ്ദേഹം ശീലിച്ചുകൊണ്ടിരിക്കണം ആ സ്വഭാവം. എന്നിട്ട് മറ്റുള്ളവർക്ക് അത് ഉപദേശിക്കാൻ പറ്റുമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യൻ എന്ന് നമുക്ക് പറയാം. ആരാണോ പറയുന്നത് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടാണ് അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആചാര്യൻ എന്ന്, ഉത്തമ ഗുരു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം വെറുതെ പറയുന്നില്ല, അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് അതേപോലെ പറയാനും അത് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമേ പാർത്ഥോസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചനാനാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. ഇവിടെ എന്താ പറയുന്നത് ഇവിടെ പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. ആർക്ക്? ഭഗവാൻ എന്തെങ്കിലും ചെയ്യാണ്ടോ? ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ചെയ്യാനില്ല. പക്ഷെ ഭഗവാൻ പറയണേ, എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, പക്ഷേ എനിക്കില്ലാത്തതായോ എനിക്ക് ആവശ്യമായതായോ ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ എന്തെങ്കിലും ഇല്ലാതായിട്ടോ ഭഗവാൻ എന്തെങ്കിലും ഇനിയിപ്പോ ആവശ്യമായിട്ടോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ എന്താണ്? ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിൽ അവതരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ഭഗവാൻ അവതരിക്കുമ്പോൾ, രാമനായിട്ടും കൃഷ്ണനായിട്ടും ഓരോ രൂപത്തിൽ അവതരിക്കുമ്പോൾ ഭഗവാൻ കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഭഗവാൻ അറിയാം, യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠരായ വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് മറ്റുള്ളവർ അത് ഫോളോ ചെയ്യും, അത് അനുകരിക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാന് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നുമില്ല, ആവശ്യമായിട്ടൊന്നും തന്നെ ഇല്ല. പക്ഷെ ഭഗവാനും അവതരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു മാനദണ്ഡമാക്കി കൊടുക്കാനാണ്. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ അല്ലെ. നമുക്കറിയാം വേദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അപ്പൊ വേദങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക. അപ്പൊ എല്ലാം ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ എന്താ ചെയ്യേണ്ട ആവശ്യം? ഒന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാം ഭഗവാനാണ്. അപ്പൊ എന്നിരിക്കലും ഭഗവാൻ എന്താ ചെയ്യുക? വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. അതാണ് വേദങ്ങളെ നമ്മൾ അതിലംഘിക്കുന്ന
ലംഘിക്കുന്ന ഒരു പ്രവൃത്തി പോലും ഭഗവാൻ ചെയ്യില്ല. കാരണം അതെന്താണ്? അത് വികർമ്മമായി പോകും. നമ്മൾ പറഞ്ഞില്ലേ, അതാണ്, അത് പാപമാണ്. അത് ആധികാരികവും അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വികർമ്മമായിട്ട് പോകും. അതുകൊണ്ട് ഭഗവാൻ എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭഗവാൻ അതിനെ ലംഘിക്കുന്നില്ല. ഏതിനെ? വേദശാസനങ്ങളെ ഭഗവാൻ ലംഘിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഭഗവാൻ ചെയ്യാറുമില്ല. യദി ഹേയം ന വർത്തേയം ജാതു കർമ്മണ്യ തന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്തിരുന്നു എങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. അല്ലെങ്കിൽ എന്താണ്? ഇപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? ഭഗവാൻ വന്നിട്ട് ഇവിടെ അല്ലെങ്കിൽ പറയില്ലേ, കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു, പക്ഷെ ഒന്നും തന്നെ ചെയ്തില്ല, അല്ലെ? കൃഷ്ണൻ ഒന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു, അല്ലെ? അങ്ങനെയല്ല, കൃഷ്ണൻ വന്നു, ഗുരുവിനെ സ്വീകരിച്ചു, അല്ലെ? എന്തുകൊണ്ട്? കാണിച്ചു കൊടുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു എന്താ പറയുക, ആധ്യാത്മികതയിൽ നമുക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? ഗുരു ഉണ്ടായിരിക്കണം. നമുക്ക് സാധാരണ ഭൗതിക വിദ്യാഭ്യാസത്തിന് തന്നെ നമുക്ക് ഗുരു ഇല്ലാതെ നമുക്ക് ഒന്നും തന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാന്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആര് വേണം? ഗുരു ഉണ്ടായിരിക്കണം. അപ്പൊ അല്ലെങ്കിൽ എന്താണ്? ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു എന്ന് ഭഗവാൻ പറയാണ്. തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ആകയാൽ അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. നമുക്കറിയാലേ ഭഗവാൻ എന്തിനാ വന്നേ? 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. എന്താ പറഞ്ഞേ? എന്താ? പരിത്രാണായ. എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. എന്താണത് കാര്യം? പരിത്രാണായ സാധൂനാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. എന്താണ് അർത്ഥം അതിന്റെ? എന്തിനാണ് 3 കാര്യം? ആദ്യത്തെ എന്താണ്? അധർമ്മത്തെ ഇല്ലാതാക്കുവാനും ധർമ്മത്തെ ഉണ്ടാക്കുവാനും ഭക്തന്മാരെ രക്ഷിക്കുവാനും വേണ്ടിയാണ്. ആദ്യത്തെ കാര്യം പരിത്രാണായ സാധൂനാം, ഭക്തന്മാരെ രക്ഷിക്കാൻ, വിനാശായ ചതുഷ്കൃതാം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ. മൂന്നാമത്തേത് എന്താണ്? മ്യൂട്ട് ചെയ്യണേ, ഹരേ കൃഷ്ണ, മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ്? ഭഗവാൻ പറഞ്ഞ ധർമ്മ പുനഃസ്ഥാപിക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ്. അതിനാണ് ഭഗവാൻ 3 കാര്യങ്ങൾക്കാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ അതാ പറയുന്നത്, അവതാരം തന്റെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാകിയാൽ അദ്ദേഹം ആ നിബന്ധനകളെ അനുസരിച്ചു. അല്ലെങ്കിൽ എന്താണ്? അദ്ദേഹത്തിന്റെ സർവോത്കൃഷ്ടമായ ആധികാരികത്വം ഓർത്ത് സാധാരണ ജനങ്ങളെല്ലാം അവിടുത്തെ പിന്തുടരും. അല്ലെങ്കിൽ ഭഗവാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ്? ആൾക്കാർ വിചാരിക്കും കൃഷ്ണൻ വന്നു, കൃഷ്ണൻ ഒന്നും ചെയ്തില്ല, അപ്പൊ നമുക്ക് ഒന്നും ചെയ്യേണ്ട എന്നുള്ള ആ ധാരണ വേണ്ട. ഭഗവാൻ പോലും ഭൂമിയിൽ അവതരിക്കുമ്പോൾ കർമ്മമില്ലാതെ നിൽക്കുന്നില്ല. ഭഗവാൻ പോലും കാണിച്ചു കൊടുക്കാണ് എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടതെന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കാണ്. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം ശങ്കരസ്യ ച കർത്താസ്യാം ഉപഹ അന്യമിമാ പ്രജാഹ. ഇവിടെ എന്താ പറഞ്ഞ? ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ, ഞാൻ ഭഗവാൻ പറയണേ, ഞാൻ ഒരു പക്ഷേ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അതാണ് ഭഗവാൻ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടെ അവതരിച്ച് കർത്തവ്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, കാരണം പിന്നീട് വരുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ഭഗവാൻ പോലും കർത്തവ്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ആരെയാണ് അവർ അനുകരിക്കുക? അല്ലെ? അനുസരിക്കുക. ഭഗവാന്റെ വാക്കുകളെ അനുസരിക്കണമെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഭഗവാൻ. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് അത് കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. ഭഗവാൻ ചെയ്തതെല്ലാം ചെയ്യണം എന്നല്ല ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ചെയ്തു, അത് ഭഗവാന്റെ ലീലകളാണ് ഓരോന്നും. ഭഗവാൻ വന്നു, 7 വയസ്സിൽ ഗോവർദ്ധന പർവ്വതത്തെ എന്താ പറയാ, ഒരു വിരലില് പൊക്കി വെച്ചു, അല്ലെ? പൊക്കി പിടിച്ചു ഭഗവാൻ. അതൊക്കെ ഭഗവാന്റെ ലീലകളാണ് എന്നും പറഞ്ഞ് ഇവിടെ വരുന്ന ആൾക്കാർ കലിയുഗത്തിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഭഗവാന്റെ അവതാരത്തിന് ശേഷം വരുന്ന ആൾക്കാരൊക്കെ അതേപോലെ ചെയ്യണം എന്നല്ല ഭഗവാൻ ഇവിടെ പറയുന്നത്. പക്ഷെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ കാണിക്കും. അത് ഭഗവാന്റെ അതീന്ദ്രിയമായ ലീലകളാണ്, അത് നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. നമുക്കറിയാം, അല്ലെ? ആർക്കെങ്കിലും പറ്റും അതേപോലെ ഒരു എന്താ പറയാ ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തത്? നാളെ വരുന്ന ആൾക്കാർ പറയാൻ പറ്റില്ല ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നെല്ലാം അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു മാനദണ്ഡങ്ങൾ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ, ബാക്കിയുള്ളവർക്ക് സാധിക്കില്ല. പക്ഷെ നമ്മൾ എന്താണ്? ഭഗവാനെ അനുകരിക്കാൻ പാടില്ല, അനുസരിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ ഭഗവാനെ അനുകരിക്കാൻ പാടില്ല, അനുസരിക്കണം. ഭഗവാനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്തു ചെയ്തു അത് ചെയ്യുന്നത്, അത് അനുകരിക്കലാവും. പക്ഷെ ഭഗവാൻ എന്ത് പറയുന്നു ആ ഉപദേശങ്ങളെ കേട്ട് നമ്മൾ അനുസരിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇതാണ്. അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंतकोटि वैष्णववृंद की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय। हरे कृष्ण. ക്വസ്റ്റ്യൻസ് എത്രയുണ്ട് നോക്കാം നമുക്ക്. നേരത്തെ ഹരേ കൃഷ്ണ. ഏതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? 3-ാം അധ്യായത്തിൽ ഭഗവാൻ വിശദമായി പ്രതിപാദിക്കുന്നത് എന്തിനെ മാതാജി. കുറിച്ചാണ്? എന്തിനാണ്? കൃഷ്ണാവബോധത്തെ കുറിച്ച്. കർമ്മയോഗം. അതന്നെ, കർമ്മയോഗം. കൃഷ്ണാവബോധം അല്ലെങ്കിൽ കർമ്മയോഗത്തെ കുറിച്ചാണ് ഭഗവാൻ പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം. സന്യാസം സ്വീകരിക്കണമെങ്കിൽ എന്തു വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്? എന്ത് വേണം? തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ. എന്താണ് ചോദ്യം? എന്താണ്? സന്യാസം സ്വീകരിക്കണമെങ്കിൽ എന്തു വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്? തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ കർമ്മങ്ങൾ നിറവേറ്റി ചെയ്തതിന് ശേഷം വേണം സന്യാസം ഫലം സ്വീകരിക്കാൻ. ആഗ്രഹിക്കാതെ ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ നിറവേറ്റണം. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം. കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്? കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്? വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ കർമ്മം അനുഷ്ഠിക്കണം. അതെ, വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയ്ക്ക് കർമ്മങ്ങൾ. യജ്ഞാർത്ഥാത് കർമ്മണു അന്യത്ര ലോകവും കർമ്മബന്ധം. ഓക്കെ. കൃഷ്ണാവബോധത്തിൽ എന്നായാലും അടുത്തത്. ഈ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം ഏതാണ്? ഏതാണ്? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം. ഓക്കെ. അടുത്തത്. ആരെയാണ് ചോരൻ എന്ന് വിളിക്കുന്നത്? ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങൾ മനുഷ്യർക്ക് നൽകുന്നു. ഈ അനുഗ്രഹങ്ങളെ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ ആസ്വദിക്കുന്നവനാണ് ചോരൻ. അതെ, തിരിച്ചു നമ്മൾ ദേവന്മാർക്ക് സമർപ്പിക്കാതെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർ, സ്വന്തത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തത്. പാപത്തെ ഭുജിക്കുന്നവൻ ആരാണ്? സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് പാപത്തെ ഭുജിക്കുന്നത്. സ്വയം തന്നെ അത് സ്വയം ആസ്വദിക്കാൻ വേണ്ടി. ഓക്കെ, പാപത്തെ പൂജിക്കുന്നു. ഓക്കെ. അടുത്തത്. സന്ത എന്ന് വിളിക്കുന്നത് ആരെ? കൃഷ്ണാവബോധം ഭഗവത് ഭക്തന്മാരെ. ഭഗവത് ഭക്തന്മാര്. വികർമ്മം എന്നാൽ എന്താണ്? വേദോപദിഷ്ടം ഇല്ലാത്ത കർമ്മങ്ങളെ വികർമ്മം എന്ന് വിളിക്കുന്നു. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം, പിന്നെ ആധികാരികമല്ലാത്തതും, പിന്നെ പാപകരവുമായതും ആധികാരികമല്ലാത്തതും, പിന്നെ വേദോപദിഷ്ടമല്ലാത്തതും. 3 കാര്യങ്ങൾ ഉണ്ടാവണം അവിടെ. വികർമ്മ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളും വേണം അവിടെ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം, പാപകരവുമായിട്ടുള്ള കർമ്മം, പിന്നെ ആധികാരികമല്ലാത്ത കർമ്മം. ഇതൊക്കെയാണ് വികർമ്മ എന്ന് പറയുന്നത്. അടുത്തത്. കൃഷ്ണാവബോധം ഉദിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ ഉടനെ അനേകായിരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട ഫലം കിട്ടും. പിന്നെ എന്താണ്? ഹൃദയ മാലിന്യമെല്ലാം ഉടനെ ഒഴിഞ്ഞു പോകുന്നു. പിന്നെ അടുത്തത്. ഭഗവാനും അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്തത് എന്തുകൊണ്ട്? 9-ാമത്തെ ഒരിക്കലും കൂടി പറയോ? എന്താ മാതാജി പറയും? ആധികാരികമായ, അതെ, വേദോപദിഷ്ടമല്ലാത്തതും ആധികാരികമല്ലാത്തതും പാപകരവുമായിട്ടുള്ള കർമ്മങ്ങളെ വികർമ്മ എന്ന് പറയും. വികർമ്മ. മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ. വേദോപദിഷ്ടമല്ലാത്തത്, ആധികാരികമല്ലാത്തത്, പാപകരമായിട്ടുള്ളത്. 3 കാര്യങ്ങൾ. ഇത് വികർമ്മ എന്ന് പറയും. വേദത്തിൽ പറയാത്ത കാര്യം, ആധികാരികമല്ലാത്ത കാര്യം, പാപകരമായിട്ടുള്ള കർമ്മങ്ങൾ. ഇതൊക്കെയാണ് വികർമ്മ. അടുത്തത് മാതാജി ചോദ്യം. അടുത്തത് എന്താ? ഭഗവാനും അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്തത് എന്തുകൊണ്ട്? നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാത്തിടത്ത് ഹിംസ ആവശ്യമായതുകൊണ്ട്. സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതാണ്, സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് യുദ്ധം ചെയ്യുന്നത്. അടുത്തത്. അടുത്ത ചോദ്യം. കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൃഷ്ണാവബോധമുള്ളവൻ ഭഗവത് പ്രീതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അതില്ലാത്തവൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നു. അത്ര തന്നെ. അതെ, അത്രേ ആൻസർ ഉള്ളൂ. അടുത്തത്. ഇനി അടുത്തതായിട്ടില്ലല്ലോ. കഴിഞ്ഞോ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ശ്രീമദ് ഭാഗവതം തത്വവിദ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആയിട്ടില്ല. ഓക്കെ, ഇത്ര മാത്രം. 11-ാമത്തെ ഒരിക്കലും കൂടി പറഞ്ഞുതരോ? 11. കൃഷ്ണാവബോധത്തോടുകൂടി
പറയൂ മാതാജി. ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. ഏതാണ് ഏതാണ് 11 കൃഷ്ണാവബോധമുള്ളവൻ ഭഗവത് പ്രീതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അതില്ലാത്തവൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നു. വ്യത്യാസം. വ്യത്യാസം.